ഹലോ, ഞാൻ ഡോക്ടർ ഷീബ, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ചരിത്ര വിഭാഗത്തിലെ പ്രൊഫസറാണ്. അവിടെ തന്നെയുള്ള ദാക്ഷായണി വേലായുധൻ സെൻറ്റർ ഫോർ വിമൻ സ്റ്റഡീസിലെ കോർഡിനേറ്ററുമാണ്. കുറച്ച് കാലമായിട്ട് ജെൻഡർ വിഷയങ്ങൾ പഠിക്കുന്നു, വായിക്കുന്നു, സംസാരിക്കുന്നു. അപ്പം നിങ്ങൾ MA ചരിത്ര വിദ്യാർത്ഥികൾക്ക് ജെൻഡറിനെ കുറിച്ചുള്ള ഇലക്റ്റീവ് കോഴ്സിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ജെൻഡർ എന്നുള്ള വാക്ക് നമ്മൾ പൊതുവെ എല്ലായിടത്തും കേൾക്കുന്നൊരു വാക്കാണ് ഇല്ലേ. നമ്മളൊരു അപേക്ഷാ ഫോറം പൂരിപ്പിക്കാൻ പോയാൽ പോലും അതിൽ നമ്മുടെ ജെൻഡർ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ കേവല അർത്ഥത്തിൽ നമുക്ക് ജെൻഡർ എന്താണെന്ന് അറിയാമെങ്കിലും അക്കാദമിക തലത്തിൽ നമ്മൾ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ജെൻഡറിനെ കുറിച്ചിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ആലോചനകൾ നടത്താം എന്നാണ് ഈ ഇലക്റ്റീവിനുകൊണ്ടുള്ള പ്രയോജനമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ വിദ്യാർത്ഥികളോട് സാധാരണ ചോദിക്കും, ജെൻഡർ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പല ജെൻഡറുകളിലുള്ള ആളുകളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ജെൻഡർ പരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ടോ, നമ്മൾ ഒരേപോലെയുള്ള ജീവിതമാണോ ജീവിക്കുന്നത്. അപ്പം ബാക്കി സാമ്പത്തിക കാര്യത്തിൽ, സാമൂഹിക കാര്യത്തിൽ, നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ കാര്യത്തിൽ, നമ്മൾ പഠിക്കുന്ന വിഷയത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊരു പക്ഷേ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവരൊക്കെ ആയിരിക്കും. പക്ഷേ ജെൻഡർ കാര്യം വരുമ്പം നമ്മൾ ഒരേപോലെയുള്ള ജീവിതം അല്ല ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തോ അത്തരത്തിലുള്ള ജെൻഡർ അനുഭവങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രത്യേകതയുണ്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ കാലത്തെ ചരിത്രത്തിലേക്ക് പോകുമ്പം അതിനുള്ള പ്രത്യേകതകൾ നമ്മൾ ഇനിയും കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ടെന്നുള്ള ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് തന്നെ. അപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കേണ്ടത്, എവിടെയാണ് ചരിത്രത്തിൻ്റെ പ്രസക്തി ഉണ്ടാവുന്നത് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പം ഈ ജെൻഡർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണോ? എന്താണ് ജെൻഡർ സെക്സ് ആണോ? ഇത് രണ്ടും ഒരുപോലെയുള്ള കാര്യങ്ങളാണോ? അത്തരത്തിലുള്ള ചില ആലോചനകൾ കൂടി നമ്മളിതിൽ നടത്തേണ്ടതുണ്ട്. അപ്പം നമുക്ക് പ്രത്യേകമായിട്ട് അറിയുന്ന ഒരു കാര്യം, ഈ ജെൻഡർ നിലനിൽക്കാനുള്ള കാരണം എന്താ? അപ്പം എല്ലാവരും പറയും സ്വാഭാവികമായിട്ടും സ്ത്രീയും പുരുഷനുമായിട്ടും മനുഷ്യർ ജനിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ഉള്ളിൽ ആകെ 2 സെക്സേ ഉള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന 2 സെക്സ്. ഇന്ന് നമുക്കറിയാം ഈ ക്വിയർ മൂവ്മെൻറ്റ്സും ഒക്കെ ധാരാളമുള്ളതുകൊണ്ട് നമുക്കറിയാം സ്ത്രീയും പുരുഷനും മാത്രമല്ല ഉള്ളത്, മറിച്ച് ഇൻ്റർസെക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി ഉണ്ട് നമുക്കറിയാം. എന്താണ് സെക്സ് എന്ന് ചോദിച്ചാൽ കേവലമായ ശാരീരികമായിട്ടുള്ള ഘടന അനുസരിച്ചുള്ളതിനെയാണ് നമ്മൾ സെക്സ് എന്ന് പറയുന്നത്. സ്ത്രീ ലൈംഗിക അവയവങ്ങളുമായിട്ട് ജനിക്കുന്നുണ്ടോ, പുരുഷ ലൈംഗിക അവയവങ്ങളുമായിട്ട് ജനിക്കുന്നുണ്ടോ, അത് സ്ത്രീയും പുരുഷനുമായി മാറുന്ന സെക്സ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാറ്റഗറി. അതാണ് ഞാൻ പറഞ്ഞത്. 2 മാത്രമല്ല, മറിച്ച് ഇൻ്റർസെക്സ് കൂടിയുണ്ട്. അതായത് സ്ത്രീയുടെയും പുരുഷൻ്റെയും അവയവങ്ങൾ മാറി മാറി ഉള്ള അല്ലെങ്കിൽ ഒരു കലർപ്പിലുള്ള വ്യക്തികളായിട്ട് ഇൻ്റർസെക്സ് വ്യക്തികളുണ്ട്. അപ്പോൾ ഇത് ശാരീരിക അവയവങ്ങൾ, അനാറ്റമി, ബയോളജി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സെക്സ് എന്ന് പറയുന്ന കാറ്റഗറി അതല്ല നമ്മൾ ജെൻഡറിനെ കുറിച്ച് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ ശാരീരിക കാറ്റഗറിയുടെ പുറത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ലോകങ്ങളുണ്ട്, സാമൂഹ്യ ലോകങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ജെൻഡർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്ത് വസ്ത്രം ധരിക്കുന്നു, ഈ അവയവങ്ങളുമായി ജനിച്ചിട്ടുള്ള ഒരു ആൺകുട്ടിയെ എങ്ങനെയാണ് നമ്മൾ ആണായി വളർത്തുന്നത്, ഈ അവയവങ്ങളുമായി ജനിച്ചിട്ടുള്ള പെൺകുട്ടിയെ നമ്മൾ എങ്ങനെയാണ് പെണ്ണായി വളർത്തുന്നത് തുടങ്ങിയിട്ടുള്ള ചർച്ചകളാണ് നമ്മൾ വാസ്തവത്തിൽ ജെൻഡർ സെക്സ് തുടങ്ങിയിട്ടുള്ള ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായി, ആരാണ് ഇതിങ്ങനെ തീരുമാനിക്കുന്നത്? അവിടെ നമ്മൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അല്ലാതെ ഒരു വ്യക്തി വന്നുകൊണ്ട് നിങ്ങളിങ്ങനെ ജീവിക്കണം, നിങ്ങൾ അങ്ങനെ ജീവിക്കണം, നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം, നിങ്ങളിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിക്കുന്നത് എന്നല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു സാമൂഹ്യ ക്രമമുണ്ട്. ഇതിന് നമ്മൾ പേട്രിയാർക്കി, ആണധികാര വ്യവസ്ഥ, പുരുഷാധിപത്യം എന്നൊക്കെ പറയുന്ന ആ ഒരു സാമൂഹ്യ വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥയ്ക്കകത്താണ് നമ്മൾ ഇങ്ങനെയൊക്കെ ക്രമപ്പെട്ട് ഇങ്ങനെയാണ് ആണാവുന്നത്, ഇങ്ങനെയാണ് പെണ്ണാവുന്നത് തുടങ്ങിയിട്ടുള്ള ക്രമപ്പെടലുകളുണ്ട്. അപ്പം പുരുഷാധിപത്യം അല്ലെങ്കിൽ ആണധികാര വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു അധികാര വ്യവസ്ഥ തന്നെയാണ്. പേട്രിയാർക്കി എന്ന് പറയുന്ന അധികാര വ്യവസ്ഥയാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചറിയുകയും അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യേണ്ടത്. പുരുഷാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 പടികൾ കാണാം. ആദ്യത്തെ പടി എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. നമുക്കിന്നറിയാം സ്ത്രീയും പുരുഷനും മാത്രമല്ല ഉള്ളതെന്ന്. പക്ഷെ പുരുഷാധിപത്യം പുരുഷാധിപത്യം ക്രമപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീയായിട്ടും പുരുഷനായിട്ടുമാണ്.
രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും അപ്പുറവും ഇപ്പുറവും ഇല്ലേ, ദ്വന്ദ്വ ലോകങ്ങളാണ്. ഇപ്പുറത്തുള്ളത് അപ്പുറത്തില്ല, അപ്പുറത്തുള്ളത് ഇപ്പുറത്തില്ല എന്നുള്ള മറ്റുള്ള രണ്ട് ലോകങ്ങളായിട്ടുള്ള വ്യത്യസ്തമായിട്ട്, തീർത്തും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ലോകങ്ങളാണെന്നുള്ള മട്ടിലാണ്. മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് ഇത് വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, ഒന്നൊന്നിനോട് മേൽക്കൈയുള്ള തരത്തിൽ അല്ലെ അധികാരം പ്രയോഗിക്കാവുന്ന തരത്തിലുള്ളതാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ സമൂഹം ക്രമപ്പെട്ട് കിടക്കുന്നതിൽ നിന്നാണ് നമ്മുടെ സെക്സ് ജെൻഡർ ആശയങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പൊതുവെ വിചാരിച്ചു പോവാറുള്ളത്, സങ്കല്പിച്ചു പോവാറുള്ളത്, നമ്മുടെ പൊതുബോധത്തിൽ ഉള്ളത് തന്നെ ഈ ജെൻഡർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ സെക്സിൽ നിന്ന് ഉണ്ടായി വരുന്നതാണ്. ഈ അവയവങ്ങളുള്ള കുട്ടി ഈ വസ്ത്രം ധരിക്കുന്നു, ഇതുപോലെ പെരുമാറുന്നു, ഇന്ന രീതിയിൽ പെരുമാറണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു, ഇന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നു, ഇന്ന ജോലികൾക്ക് പോകുന്നു അല്ലെ, ജെൻഡേർഡ് ബിഹേവിയർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. മറ്റേ അവയവങ്ങളുള്ള ആൾ ഇങ്ങനെയൊക്കെ. അപ്പം അടിസ്ഥാനപരമായിട്ടും ലൈംഗിക അവയവങ്ങളിൽ തുടങ്ങുന്ന സെക്സ് എന്ന് പറയുന്ന, ബയോളജി എന്ന് പറയുന്ന, അനാറ്റമി എന്ന് പറയുന്നതിൽ നിന്ന് തുടങ്ങുന്ന ഒരു വ്യത്യാസത്തെ നമ്മൾ വലിയ രീതിയിൽ പെരുപ്പിച്ച് ഒരു സാമൂഹ്യ ഘടന എന്നുള്ള സാമൂഹ്യ ലോകം തന്നെ വ്യത്യസ്തമായി പണിയുന്ന ഇതിനെയാണ് നമ്മൾ ഈ സെക്സ് ജെൻഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് രണ്ടും തമ്മിൽ ഒരേപോലെയുള്ള ഒരു കോറിലേഷൻ ഇല്ല. ഇന്ന സെക്സ് ആയാൽ ഇന്ന ജെൻഡർ എന്നുള്ളൊരു കോറിലേഷൻ ഇല്ല. നമ്മൾ പൊതുവെ അങ്ങനെയാണ് വിചാരിക്കുക, ഈ അവയവങ്ങൾ ഈ സെക്സുമായി ജനിക്കുന്ന ആൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറുക. അതങ്ങനെ സ്വാഭാവികമായിട്ടുള്ളൊരു കണക്ഷൻ അല്ല, മറിച്ച് നമ്മൾ സാമൂഹ്യമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കണക്ഷനാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ജെൻഡർ അല്ലേ? നമ്മൾ ചോദിക്കുന്ന ചോദ്യം, സെക്സ് ആണോ ജെൻഡർ? അല്ല, സെക്സ് അല്ല ജെൻഡർ. സെക്സിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്, പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാമൂഹ്യ ലോകമാണ് ജെൻഡർ എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇന്നറിയാം ഈ ഒരു ഡയറക്റ്റ് കണക്ഷൻ, ഇന്ന അവയവങ്ങളുമായിട്ടുള്ള ആൾ ഇങ്ങനെയേ പെരുമാറും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീയുടെ ലൈംഗിക അവയവങ്ങളുമായി ജനിക്കുന്ന ഒരു വ്യക്തി നാണിച്ച് തന്നെ നിൽക്കും അല്ലേ, അതാണ് പ്രതീക്ഷ അല്ലേ, അങ്ങനെ നിൽക്കാവൂ, അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കണം, അല്ലെങ്കിൽ ബോൾഡായിട്ട് പറയാൻ ശേഷിയില്ല എന്നൊക്കെ നമ്മളിങ്ങനെ വളരെ രീതിയിൽ വാർപ്പ് മാതൃകകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ജെൻഡറിനെ കുറിച്ച്. പക്ഷേ ഇതെല്ലാം തന്നെ ലൈംഗിക അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ കമല ബസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിസ്റ്റും എഴുത്തുകാരിയും ഒക്കെ ആയിട്ടുള്ള കമല ബസിൻ പറയുന്നത്, എന്തുകൊണ്ടാണ് സ്ത്രീകൾ തന്നെ അടുക്കളയിൽ പോയി പാചകം ചെയ്യേണ്ടി വരുന്നത്? അവർക്ക് ഗർഭപാത്രം ഉള്ളതുകൊണ്ടാണോ? ഗർഭപാത്രം കൊണ്ടാണോ പാചകം നടക്കുന്നത്? അപ്പോൾ ഗർഭപാത്രം ഇല്ലാത്തത് കൊണ്ടാണോ പുരുഷന്മാർ പാചകം ചെയ്യാൻ പോകാത്തത്? അപ്പം ഡയറക്റ്റായിട്ട് അനാറ്റമിയുമായി ബയോളജിയുമായിട്ട് ഒരു ബന്ധവുമില്ല വാസ്തവത്തിൽ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന, നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്ന പല ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ പല ദൗത്യങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള പെരുമാറ്റങ്ങൾ വാസ്തവത്തിൽ പ്രത്യക്ഷമായി നമ്മുടെ ലൈംഗിക അവയവമായിട്ട് ബന്ധമില്ല തന്നെ, മറിച്ച് ആ ലൈംഗിക അവയവത്തിൻ്റെ മുകളിൽ നമ്മൾ പണിതെടുത്തിട്ടുള്ള ഒരു സാമൂഹ്യ ലോകത്തിൻ്റെ പ്രത്യേകത മാത്രമാണ് എന്ന് കാണാം. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ എന്താണ് ജെൻഡർ? ഈ വളരെ കൃത്യമായി ഇന്ന അവയവം, ഇന്ന പെരുമാറ്റം, ഇന്ന വസ്ത്രധാരണം എന്നാണോ? മറിച്ച് സമൂഹം ഉണ്ടാക്കുന്ന തരത്തിലാണെങ്കിൽ പലതരത്തിലുള്ള ജെൻഡറുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ജെൻഡർ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ എന്താണ് തോന്നുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് ലൈംഗിക ആഭിമുഖ്യം ഒരു സ്ത്രീയോടാണ് ആണെങ്കിൽ എൻ്റെ ജെൻഡർ എന്ന് പറയുന്നത് ഞാൻ ലെസ്ബിയൻ ആണെന്ന് പറയും. ഞാനൊരു സ്ത്രീയായി ജനിച്ചു, എൻ്റെ ലൈംഗിക ആഭിമുഖ്യം ഒരു പുരുഷനോടാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഹെട്രോസെക്ഷൽ അല്ലെ, സ്ത്രീ പുരുഷ മാനകരതിക്കകത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഞാനൊരു പുരുഷനായി ജനിച്ചു, എൻ്റെ ലൈംഗിക അഭിനിവേശം പുരുഷനോടാണെങ്കിൽ ഞാൻ ഗേ ആണ് എന്ന് സ്വയം തിരിച്ചറിയണം. അപ്പം അങ്ങനെ ലെസ്ബിയനായിട്ടും ഗേ ആയിട്ടും സ്ത്രീയോടും പുരുഷനോടും എനിക്ക് ലൈംഗിക ആഭിമുഖ്യം ഉണ്ടെങ്കിൽ ഞാനൊരു ബൈസെക്ഷൽ ആണെന്നും, അത് പുരുഷനും അങ്ങനെ തോന്നാം, സ്ത്രീയോടും പുരുഷനോടും ലൈംഗിക അഭിനിവേശം തോന്നുന്നുണ്ടെങ്കിൽ അത് ബൈസെക്ഷൽ ആയിട്ടുള്ള പുരുഷൻ, ഇത് ബൈസെക്ഷൽ ആയിട്ടുള്ള സ്ത്രീ. അപ്പോൾ അങ്ങനെ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, എന്നെ കണ്ടാൽ ഒരു സ്ത്രീ ആയിട്ട് തോന്നും, പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു പുരുഷൻ ഇരിക്കുന്നുണ്ട്, എനിക്ക് പുരുഷനാവാനാണ് ആഗ്രഹം എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ അല്ലെ, ട്രാൻസ്മാൻ ആവാനാണ് ആഗ്രഹം. അതുപോലെ എന്നെ കണ്ടാൽ ഒരു പുരുഷനായി തോന്നും, പക്ഷേ എനിക്കുള്ളിൽ ഒരു സ്ത്രീ ആവാനാണ് ആഗ്രഹം. ഇങ്ങനെ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഇൻ്റർസെക്സ് ആയിട്ടുള്ള വ്യക്തികൾ, സ്ത്രീ ആയിട്ടും പുരുഷനായിട്ടും തോന്നുന്ന ഇൻ്റർസെക്സ് ആയിട്ടുള്ള വ്യക്തികൾ. പിന്നെ ലൈംഗിക അഭിനിവേശമേ തോന്നാത്ത എസെക്ഷൽ എന്ന് പറയുന്ന കാറ്റഗറി. അപ്പോൾ ഇങ്ങനെ നമുക്കിന്നറിയാം ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ
ജെൻഡർ മെയിൽ ഫീമെയിൽ എന്നും അല്ലെങ്കിൽ മാസ്കുലിൻ ഫെമിനിൻ എന്ന് പറയുന്ന അർത്ഥത്തിലല്ലാന്നും വലിയ രീതിയിൽ ആ ധാരണകൾ തന്നെ വികസിക്കുകയും പ്രത്യേകിച്ചും ക്വയർ പ്രൈഡ് പോലെയുള്ള ഈ അനുരാഗികളുടെ സംഘടനയും അവരുടെ സമരങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മുടെ ചിന്തയൊക്കെ വികസിച്ചതിൻ്റെ, നമ്മുടെ മനസ്സിലാക്കലുകൾ തന്നെ വികസിച്ചതിൻ്റെ ഭാഗമായി നമുക്കറിയാമെന്ന് LGBTQIA+, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ്, അസെക്ഷൽ, ഇങ്ങനെ ക്വിയർ, ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു നിര, പ്ലസ് ആണ് ഇനിയും ഉണ്ടാകാവുന്ന ഒരു നീണ്ട നിര തന്നെ ജെൻഡർ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ജെൻഡർ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരാശയമല്ല, മറിച്ച് ഇതെല്ലാം ഉൾക്കൊള്ളുന്നു. നമ്മളിതിനെ എന്താ പറയുക, റെയിൻബോ, ക്വിയർ സ്പെക്ട്രം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്വിയർ പ്രൈഡിനൊക്കെയുള്ള കൊടിയിൽ നമ്മൾ റെയിൻബോ, മഴവില്ലിൻ്റെ നിറങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെക്ട്രമായിട്ടുള്ള വലിയൊരു ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ജെൻഡറിനെ കാണാം. അപ്പോൾ നമുക്ക് എന്താണോ ഉള്ളിൽ തോന്നുന്നത് എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മൾ ജെൻഡർ. അല്ലാതെ പൊതുസമൂഹം അല്ലെങ്കിൽ പുരുഷാധിപത്യ വ്യവസ്ഥ നമ്മളോട് അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ഇന്ന ലൈംഗിക അവയവങ്ങളാണ്, അപ്പം നിങ്ങൾ ഇങ്ങനെ പെരുമാറാവും, നിങ്ങൾക്ക് ഈ ജെൻഡറേ പറ്റുള്ളൂ, പുരുഷൻ്റെ ലൈംഗിക അവയവമാണെങ്കിൽ നിങ്ങൾ മാസ്കുലിൻ ആയേ പറ്റൂ, സ്ത്രീയുടെ ലൈംഗിക അവയവമാണെങ്കിൽ നിങ്ങൾ ഫെമിനിൻ ആയേ പറ്റൂ എന്നല്ല. അതൊരു സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള ഹെറ്ററോസെക്ഷൽ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഫ്രെയിം മാത്രമേ സാധ്യമാവൂ എന്നുള്ള വളരെ സാമ്പ്രദായികമായ ഇതിൽ നിന്ന് നമ്മളിപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരം ചിന്തകൾ നമ്മുടെ പഠനത്തെയും ഇപ്പോൾ ചരിത്രം പോലെയുള്ളൊരു വിഷയത്തെയൊക്കെ മനസ്സിലാക്കാൻ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജെൻഡറിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കേവല അർത്ഥത്തിലല്ല, ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെടുത്തിയ അവസ്ഥയിൽ മാത്രമല്ല, മറിച്ച് ഒരു വലിയ സോഷ്യൽ ലീഗൽ ആയിട്ടുള്ള ഒക്കെ ഒരു സ്റ്റാറ്റസ് ആണ്. അതൊരു സാമൂഹ്യമായിട്ടുള്ള പദവിയാണ്, നിയമപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പദവി ആണെന്നുള്ളത് മാത്രവുമല്ല, സമൂഹത്തിൽ നിന്നുള്ള പലതരം പ്രതീക്ഷകൾ. നീ സ്ത്രീ ആണല്ലോ, നീ കുടുംബം നോക്കിക്കൊള്ളുമല്ലോ, നീ പുരുഷനാണല്ലോ, നീ സമ്പാദിച്ചു കൊണ്ടൊന്ന് കുടുംബം നോക്കിക്കൊള്ളുമല്ലോ എന്ന് പറയുന്ന പലതരത്തിലുള്ള പ്രതീക്ഷകളുണ്ട്. അപ്പം നമ്മൾ ക്ലാസ് റൂമുകളിലൊക്കെ ആൺകുട്ടികളോട് ചെയ്യാൻ പറയുന്ന പ്രവൃത്തികൾ, പെൺകുട്ടികളോട് ചെയ്യാൻ പറയുന്ന പ്രവൃത്തികൾ, ഇങ്ങനെ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഓരോ നിമിഷവും വാസ്തവത്തിൽ ജെൻഡേർഡാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം ഉറങ്ങുന്നത് വരെയുള്ള നമ്മളെ പലതരം പ്രവൃത്തികൾ നിരന്തരം നമ്മളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി. സ്ത്രീ ആണെങ്കിൽ എങ്ങനെയായിരിക്കും, പുരുഷനാണെങ്കിൽ എങ്ങനെയായിരിക്കും രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നത് വരെയുള്ള സമയങ്ങൾ ചെലവഴിക്കുന്നത്. ഇതിലൊക്കെയും തന്നെ വലിയ രീതിയിലുള്ള ജെൻഡറിങ് നമ്മളിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓരോ സമൂഹത്തിനും അല്ലെങ്കിൽ ഓരോ സംസ്കാരത്തിനും ജെൻഡർ പ്രതീക്ഷകൾ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ജെൻഡർ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്, പഞ്ചാബിൽ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. ഓരോ സമൂഹത്തിലും ജെൻഡർ വർക്ക് ചെയ്യുന്നതിൻ്റെ രീതിയുണ്ട്. പല സമൂഹങ്ങളിലും പിന്നെ കുട്ടികളെ നോക്കുന്നത് പുരുഷന്മാരായിട്ടുള്ള സമൂഹങ്ങളുണ്ട്. ഇപ്പോൾ പഴയ ആന്ത്രപ്പോളജിസ്റ്റൊക്കെ പഠിച്ചിട്ടുള്ള പോളിനീഷ്യൻ സമൂഹങ്ങളെക്കുറിച്ചൊക്കെയുള്ള. അപ്പോൾ അങ്ങനെ അപ്പോൾ ഓരോ സമൂഹത്തിലും വ്യത്യാസമുണ്ട്. കേരളത്തിലുള്ളതുപോലെ ആയിരിക്കില്ല മണിപ്പൂരിലുള്ള പോലെ ആയിരിക്കില്ല മഹാരാഷ്ട്രയിൽ. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ സാംസ്കാരികപരമായിട്ടും കാണുന്നുണ്ട്, വ്യത്യാസങ്ങൾ കാലങ്ങളിലായിട്ടും കാണുന്നുണ്ട്. അപ്പം 20-ാം നൂറ്റാണ്ടിൽ 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീയും പുരുഷനും ഒക്കെ ജീവിച്ചതുപോലെയല്ല ഇപ്പം 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുന്നത്. ജെൻഡറിൻ്റെ രൂപങ്ങളും ഭാവങ്ങളും മാറുന്നുണ്ട്. ഇല്ല 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പോലും സാധ്യമല്ലായിരുന്നു. ഇന്ന് നമ്മളത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമൊക്കെ നേടാൻ പറ്റുന്നുണ്ട്. അപ്പം കാലങ്ങൾ കൊണ്ടും പ്രദേശങ്ങൾ കൊണ്ടും വളരെ ഡിഫറെൻ്റ് ആണ് ജെൻഡർ അനുഭവം എന്ന് നമുക്ക് കാണാം. അപ്പോൾ എന്താണ് അത് കാണിക്കുന്നത്? കാലങ്ങൾ കൊണ്ടും അല്ലേ, കഴിഞ്ഞ കൊല്ലം പോലെയല്ലേ, കഴിഞ്ഞ കാലം പോലെയല്ലേ ഇക്കാലം, അവിടെ ഉള്ളതുപോലെയല്ലേ ഇവിടെ ഇല്ല. അപ്പോൾ കാലങ്ങൾ കൊണ്ടും പ്രദേശങ്ങൾ കൊണ്ടും, നമ്മളിതിനെ സ്പേഷ്യോ ടെമ്പറൽ എന്ന് പറയും, കാലങ്ങൾ കൊണ്ടും പ്രദേശങ്ങൾ കൊണ്ടും ജെൻഡർ അനുഭവങ്ങളിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെ, ഇത് സ്വാഭാവികമായിട്ട് ജനിച്ചപ്പോഴേ കിട്ടുന്ന നമ്മുടെ ശരീരഘടനയുമായി ബന്ധപ്പെട്ടിട്ട് മാറ്റാൻ പറ്റാത്ത ഒന്നല്ല എന്നും അത് തീർച്ചയായും തീർത്തും സാമൂഹികമായിട്ടുള്ള ഒരു കാറ്റഗറി ആണെന്നുള്ളതാണ്. അതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. സാമൂഹികമാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ, സാമൂഹികമാണെങ്കിൽ ഇത് മാറ്റാൻ പറ്റുമല്ലോ എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ നൽകുന്ന ഒരു കാറ്റഗറി കൂടിയാണ് ഇത്, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്താണ് നമ്മൾ പഠിച്ചത്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ജെൻഡർ പറയുന്നത് പോലെ നമ്മൾ പെരുമാറാൻ പഠിച്ചത്? ആരെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് പഠിപ്പിച്ചാണോ? ഒരു ദിവസം ഇരുത്തിയിട്ട് ഇതാണ് നിൻ്റെ ജെൻഡർ, ഇങ്ങനെ വേണം നീ പെരുമാറാൻ, അങ്ങനെയൊക്കെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇതുണ്ട്. അപ്പോൾ നമ്മൾ ജനിച്ചു വളർന്നു വരുന്ന പ്രായത്തിൽ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഇത് കയറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ ജെൻഡർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. നമ്മൾ പരുവപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും കുട്ടിയാണോ പെണ്ണോ, നമ്മൾ 2 ഓപ്ഷനേ കാണുള്ളൂ അല്ല, വേറെ ഇൻ്റർസെക്സ് ഒന്നും നമ്മൾ പറയാറ് പോലില്ല. അപ്പം കുട്ടി ആണോ പെണ്ണാണോ എന്ന് നമ്മൾ ചോദിക്കുന്നു. ഈ ആണാണ് അല്ലെങ്കിൽ ആണിൻ്റെ അവയവങ്ങളുമായിട്ട് ജനിച്ച് നമ്മൾ അറിഞ്ഞ ആ നിമിഷം മുതൽ നമ്മൾ ഈ കുട്ടിയെ ആണായി വളർത്താനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. നമ്മൾ കൊടുക്കുന്ന ടോയ്സ് ആവും, നമ്മൾ ഇടിപ്പിക്കുന്ന വസ്ത്രങ്ങളാവും, നമ്മൾ കുട്ടിയോട് ഭാവിയിൽ എന്താവണം എന്ന് പറയുന്ന കാര്യത്തിലാവും. ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ കൊച്ചു കാര്യങ്ങളിലൂടെ ഒരു കുട്ടിയെ നമ്മൾ ആണായിട്ടും പെണ്ണായിട്ടും, അല്ലെ ഒരാളോട് അടിച്ചു വാരാൻ പറയുന്നു, മറ്റൊരാളോട് അടിച്ചു വാരരുതെന്ന് പറയുന്നു, ഒരാളോട് പാത്രം കഴുകാൻ പറയുന്നു, മറ്റൊരാളോട് അല്ലെ ചെറിയ വളരെ സില്ലി ആയിട്ടുള്ള ചില ഉദാഹരണങ്ങളൊക്കെ ആയിരിക്കും. ഇതിനൊക്കെ ഇത്രയും വലിയ എഫക്റ്റ് ഉണ്ടാവുമോ ഭാവി ജീവിതത്തിൽ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷേ ഇതെല്ലാം മെസ്സേജസാണ്, ഇതെല്ലാം സൂചനകളാണ്. ഇങ്ങനെയാണ് നീ പെരുമാറേണ്ടത്, ഇങ്ങനെയാണ് നീ ചെയ്യേണ്ടത്. പിന്നെ ആൺകുട്ടികളാണെങ്കിൽ പുറത്ത് നമ്മൾ കൊടുക്കുന്ന ടോയ്സ് പോലും ഇല്ല, വീടിന് പുറത്തുള്ള ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോയ്സാണ് നമ്മൾ ആൺകുട്ടികൾക്ക് കൊടുക്കുന്നത് പോലും. വീടിനകത്തുള്ള കിച്ചൺ സെറ്റായിട്ടും ഡോളായിട്ടും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ കുഞ്ഞു സൂചനകളിലൂടെ നമ്മൾ കണ്ടീഷൻഡ് ആവുകയാണ്. ആണായിട്ടും പെണ്ണായിട്ടും ജീവിക്കാൻ നമ്മൾ കൊടുക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലും ശരി, നമ്മൾ ഉപയോഗിക്കുന്ന കളിക്കുന്ന ടോയ്സ് ആണെങ്കിലും ശരി, നമ്മളിൽ നിന്നുള്ള പ്രതീക്ഷകളാണെങ്കിലും ശരി, നമ്മളോട് പെരുമാറാൻ ആവശ്യപ്പെടുന്ന രീതികളാണെങ്കിലും ശരി, നമ്മൾ ജെൻഡർ കണ്ടീഷനിങ്ങിന് വിധേയമായി നമ്മളൊരു പ്രായം എത്തുമ്പോഴേക്കും നമ്മൾ കൃത്യമായി ആണായിട്ടും പെണ്ണായിട്ടും ജീവിക്കാൻ നമ്മൾ പരുവപ്പെട്ടു വരികയാണ്. ജെൻഡർ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായി നമ്മൾ അങ്ങനെ ജീവിക്കാൻ പരിചയപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? അനാറ്റമിയിൽ നിന്നാണ് തുടങ്ങിയത് അല്ലേ? ശാരീരിക ഘടനയിൽ നിന്നും ശാരീരിക അവയവങ്ങളിൽ നിന്നും തുടങ്ങി അതിൻ്റെ പുറത്തുണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സാമൂഹ്യ ലോകം അല്ലേ? അത് വസ്ത്രധാരണ ആയാലും ശരി, നമ്മളെങ്ങനെ മുടി വെക്കുന്നു, നമ്മൾ മുഖം എങ്ങനെ വെക്കുന്നു, നമ്മൾ സ്കൂളിൽ പോകുമ്പം കോളേജിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് വിഷയം പഠിക്കാൻ അല്ലേ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ വളരെ കാലത്തോളം ആൺകുട്ടികൾ മാത്രം എടുത്തിരുന്ന ഒരു സംഗതിയായിരുന്നു, ഒരു പഠന മേഖലയായിരുന്നു. അതല്ലെങ്കിൽ ഓർത്തോപീഡിക്സ്. ഇപ്പോഴാണ് അതിലൊക്കെ ഒരു ബ്രേക്ക് വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കണമെന്നും ഭാവിയിൽ നമ്മൾ എന്താവണമെന്നും എന്ത് ജോലിക്ക് പോകണം എന്നുള്ളത് പോലും അത്ര സൂക്ഷ്മമായി നമ്മൾ ഉപയോഗിക്കുന്ന വാച്ച്, കൊട, ചെരുപ്പ്, പേഴ്സ്, ബാഗ്, അതൊക്കെ ഏതായാലും ഉണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്താവണം, നമ്മുടെ ആസ്പിറേഷൻസ് പോലും, നമ്മൾ എന്ത് ജോലിക്ക് പോകണം, മെർച്ചൻ്റ് നേവിയിൽ പോയാൽ 6 മാസം കടലിലാണെങ്കിൽ പോകാൻ പറ്റുമോ പെണ്ണായിരിക്കുമ്പോൾ, ഇങ്ങനെ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ സൂക്ഷ്മ തലങ്ങൾ വരെ ജെൻഡേർഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളത് പലപ്പോഴും തിരിച്ചറിയാറ് പോലുള്ള, കാരണം അത്രയും സൂക്ഷ്മമായിട്ട് നമ്മുടെ ഉള്ളിൽ കയറിപ്പോയിട്ടുള്ള കാര്യമാണെന്നുള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ ആണായും പെണ്ണായും ജീവിക്കുന്ന അവസ്ഥ, ഇതിനെയാണ് നമ്മൾ മാസ്കുലിനിറ്റി, ഫെമിനിനിറ്റി എന്ന് പറയുന്നത്. പെണ്ണായി ജീവിക്കുന്ന അവസ്ഥ, പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന, പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ മാത്രം പ്രദർശിപ്പിച്ചു കൊണ്ടുള്ള നമ്മുടെ ജീവിതം മാസ്കുലിനായും ഫെമിനിനായും നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതം ആണ് എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ നോക്കുമ്പം അപ്പുറവും ഇപ്പുറവും ആയിട്ടുള്ള മാസ്കുലിൻ ഇപ്പുറത്തും ഫെമിനിൻ അപ്പുറത്തും എന്ന് പറയുന്നതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ LGBTQI വ്യക്തികൾ എവിടെയാണ് ഫിറ്റ് ആവുക? അവരിവിടെയും ഫിറ്റ് ആവില്ല, അവിടെയും ഫിറ്റ് ആവില്ല. അപ്പം അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഇവർ മിസ്ഫിറ്റ്സ് എന്നാണ് പറയല്ലേ. ഈ സമൂഹത്തിന് ചേരാത്ത ആൾക്കാരെന്ന് നമ്മൾ വിധി എഴുതുന്നത് തന്നെ ഇവർ ഈ പറഞ്ഞ കൃത്യമായ കണിശമായ ജെൻഡർ വ്യാഖ്യാനങ്ങളിലും ജെൻഡർ ജീവിതങ്ങളിലും ഈ ജെൻഡർ കണ്ടീഷനിങ്ങിൻ്റെ പുറത്താണ് ഇവർ എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് സ്ത്രീയും പുരുഷനും മാത്രമുള്ളൊരു ഫ്രെയിമിനെ കുറിച്ചാണ്. ഹെറ്ററോ നോർമേറ്റീവ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഹെറ്ററോസെക്ഷൽസ് ആണ് മാനകം, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഹെറ്ററോ നോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുമ്പോഴാണ് നമുക്ക് ഇവരൊക്കെ എവിടെയാണ് നമ്മൾ കൊള്ളിക്കുക, അതിനകത്തും പെടില്ലല്ലോ എന്നൊക്കെ തോന്നുക. അപ്പം ഒരർത്ഥത്തിൽ പേട്രിയാർക്കി ഉണ്ടാക്കുന്ന ഈ ജെൻഡർ, മാസ്കുലിൻ ഫെമിനിൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ജെൻഡർ ഒരർത്ഥത്തിൽ വളരെ വയലൻ്റ് ആണ്. കാരണം എന്താണ്? ഒരുപാട് ജീവിതങ്ങൾ അത് പുറത്തു നിർത്തുകയും ഒരുപാട് ജീവിതങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം തന്നെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ മാസത്തിൽ ഒരു ട്രാൻസ്ജെൻഡറെങ്കിലും ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ. എന്താണ് ജീവിക്കാൻ പറ്റാത്തത്? നമ്മൾ വിചാരിക്കുന്നത് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണെന്ന് പറഞ്ഞ് നമ്മൾ പുറന്തള്ളുന്ന, നമ്മൾ ഒറ്റപ്പെടുത്തുന്ന, നമ്മൾ ജീവിക്കാൻ അയോഗ്യരായി കണക്കാക്കുന്നവരാണ് ഇങ്ങനെ ആത്മഹത്യ ഒക്കെ ചെയ്യേണ്ടി വരുന്നതെന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഫെമിനിനിറ്റി, മാസ്കുലിനിറ്റി. അപ്പം സാധാരണ എൻ്റെ വിദ്യാർത്ഥികളൊക്കെ പറയും, അതിനെന്താ കുഴപ്പം, ഇങ്ങനെയല്ലേ സമൂഹം ജീവിക്കാൻ പറഞ്ഞാൽ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആണായിട്ടും പെണ്ണായിട്ടും ജീവിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. സ്വാഭാവികമല്ലേ?
നമ്മുടെ ജെൻഡർ സ്വാഭാവികമല്ലേ, അങ്ങനെയല്ലേ ജീവിക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ഒരു കുഴപ്പം എന്നുള്ളത്. അപ്പം അങ്ങനെ അങ്ങനെ ഈ മാസ്കുലിനിറ്റിൻ്റെയും ഫെമിനിറ്റിയുടെയും ഡെഫിനിഷൻസിൽ ഹൗ ഇസ് ഇറ്റ് ടു ബി എ മാസ്കുലിൻ, എങ്ങനെയാണ് നമുക്ക് മാസ്കുലിൻ ആവാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് ഫെമിനിനായി ജീവിക്കാൻ പറ്റുക, ഇതിങ്ങനെ ആരും പഠിപ്പിച്ചിട്ടൊന്നുമല്ല, ഇത് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ പ്രകടിപ്പിക്കുന്ന മൂല്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പം യുക്തി അല്ലേ, യുക്തിയും വൈകാരികതയും ഇത് രണ്ട് അപ്പുറം നിൽക്കുന്ന ദ്വന്ദ്വങ്ങളാണ്. ആർക്കാണ് നമ്മൾ ഈ യുക്തി അല്ലേ, യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി പുരുഷനാണെന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. അങ്ങനെയല്ല നമുക്കറിയാം. ഞാൻ ഈ പറയുന്ന പല ദ്വന്ദ്വങ്ങളും ഒന്ന് അമർത്തി ഒന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തകർന്നു പോകുന്നതാണ്. എന്താ, സ്ത്രീക്ക് യുക്തിബോധം ഇല്ലേ, സ്ത്രീ യുക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നില്ലേ, അതല്ലെങ്കിൽ പുരുഷന് വൈകാരികത ഇല്ലേ, വൈകാരികമായി കരച്ചിൽ കരയാറില്ലേ പുരുഷന്മാർ. അപ്പോൾ അതൊക്കെ ഉണ്ട് നമുക്കറിയാം. പക്ഷെ നമ്മുടെ മനസ്സിലും ഉപബോധ മനസ്സിലും പൊതുബോധത്തിൽ നിൽക്കുന്നതും യുക്തി വൈകാരികത രണ്ട് ദ്വന്ദ്വങ്ങളാണെങ്കിൽ യുക്തി നമ്മൾ പുരുഷനും വൈകാരികത നമ്മൾ സ്ത്രീക്കും ചാർത്തി കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ പുരുഷനാണ് സ്ട്രോങ് ആയിട്ടുള്ള ആൾ, സ്ത്രീ അബല അല്ലെ. പറയുമ്പോൾ തന്നെ നമുക്കറിയാം പുരുഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളില്ലേ, അതല്ലെങ്കിൽ വളരെ വീക്കായിട്ടുള്ള പുരുഷന്മാരില്ലേ, തീരെ ബലമില്ലാത്ത പുരുഷന്മാരില്ലേ. അത് പറഞ്ഞു ഈ ദ്വന്ദ്വങ്ങൾ പക്ഷേ നമ്മുടെ പൊതുബോധത്തിലുണ്ടെങ്കിലും ഒരു ചോദ്യം ചെയ്യലിൽ ഒരുപക്ഷെ തകർന്നു പോകുന്ന ദ്വന്ദ്വങ്ങളാണെന്ന് കാണാം. അപ്പം റാഷണൽ, ഇമോഷണൽ, വൈകാരികത, യുക്തി, അതുപോലെ സ്ട്രോങ്, വീക്ക്, അതുപോലെ എഗ്രസീവ് അല്ലേ, കാര്യങ്ങൾ ചെയ്യാനുള്ള അസേർട്ടീവായി എഗ്രസീവായി കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി പുരുഷനും, സ്ത്രീ ആണെങ്കിൽ വളരെ കെയറിങ് ആയി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആളുമാണെന്നുള്ളത്. അപ്പം പിന്നെ പുരുഷൻ ധൈര്യവാനാണെന്നും സ്ത്രീ ഒട്ടും ധൈര്യമില്ലാത്ത അല്ലെ, നിസ്സഹായം നിരാലംബയും ഒക്കെയാണ് എന്നൊക്കെ ഇത്തരത്തിലുള്ള പല വാർപ്പ് മാതൃകകളിലാണ് നമ്മൾ മാസ്കുലിനിറ്റിയെയും ഫെമിനിറ്റിയെയും അല്ലെ, ധൈര്യമുള്ള ആൾ പേടി കൂടാതെ കാര്യങ്ങൾ ചെയ്യുന്നത്, സ്ത്രീ ആണെങ്കിൽ വളരെ ധൈര്യം കുറഞ്ഞ് എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ കുറേ സ്വഭാവ ഗുണങ്ങളിലാണ് നമ്മൾ മാസ്കുലിനിറ്റിയെയും ഫെമിനിറ്റിയെയും പണിത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് മാസ്കുലിൻ ആവുക, ഇങ്ങനെയാണ് ഫെമിനിൻ ആവുക എന്നുള്ള മട്ടിലുള്ള രൂപഭാവങ്ങളിലാണ് നമ്മൾ മാസ്കുലിനിറ്റിയും ഫെമിനിറ്റിയും പണിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും ഒന്നുകിൽ ഇപ്പുറത്ത് നിൽക്കുക അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുക. നമ്മുടെ ജീവിതം അങ്ങനെയല്ലല്ലോ അല്ലേ. നമുക്ക് ഭയം തോന്നുന്ന സന്ദർഭങ്ങളുടെ ആണായാലും പെണ്ണായാലും, നമ്മൾ ധൈര്യം കാണിക്കുന്ന സന്ദർഭങ്ങളുടെ ആണായാലും പെണ്ണായാലും ജീവിതം ഇങ്ങനെയൊന്നുമല്ല. പക്ഷെ വാർപ്പ് മാതൃക, സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഹൂ ഇസ് മാസ്കുലിൻ, ഹൂ ഇസ് ഫെമിനിൻ എന്ന് പറയുമ്പോൾ ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള, തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, ബ്രേവ് ആയിട്ടുള്ള എന്ന് പറയുന്ന ആണിനെയാണ് നമ്മൾ പൊതുവെ സങ്കല്പിക്കുകയും വളരെ ഷൈ ആയിട്ടുള്ള അല്ലേ. ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമാണ്. ഇത്ര തൻ്റെടിയോ എന്നാണ് നമ്മൾ ചോദിക്കുക അല്ലേ. അത്രയ്ക്കൊക്കെ ധൈര്യമോ എന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്ക് ധൈര്യം പറഞ്ഞിട്ടുള്ളതല്ല, ധൈര്യം നമ്മൾ പുരുഷന്മാർക്ക് ചാർത്തി കൊടുത്തിട്ടില്ല. അവളുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇഷ്ടത്തോടെയല്ല പറയുന്നത്. അപ്പം ഈ പറഞ്ഞ മാതൃകയിലുള്ള ബിഹേവിയേഴ്സ് ആണ് നമുക്ക് കൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന ഇത്ര നാണം കുടുങ്ങിയായ പുരുഷനും അല്ലേ, പറഞ്ഞിട്ടുള്ള ബിഹേവിയർ അല്ല. അപ്പോൾ പറഞ്ഞിട്ടുള്ള ബിഹേവിയറിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പം സമൂഹം അതിനെ ഒട്ടും സന്തോഷത്തോടെയല്ല കാണുക. സമൂഹം, സൊസൈറ്റി ലുക്സ് ഡൗൺ അപ്പോൺ യു. എന്താ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ കരയുന്നത്, അല്ലെങ്കിൽ എന്തൊരു ധൈര്യം അവൾക്ക് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ മാസ്കുലിനിറ്റിയുടെയും ഫെമിനിനിറ്റിയുടെയും മാതൃകകളിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന പുരുഷനും സ്ത്രീയും, അതിൽ പുരുഷൻ കിട്ടുന്ന പ്രിവിലേജസ് എന്തൊക്കെയാണ്? ഇപ്പോൾ കുറേ പി എന്ന് തുടങ്ങുന്ന വാക്കുകളുണ്ട്. പവർ, പ്രിവിലേജ്, പ്രസ്റ്റീജ്, പ്ലെഷർ, പൊസിഷൻ, പ്രൊമോഷൻ, പ്രോപ്പർട്ടി, പ്രീസ്റ്റ്ഹുഡ്, പ്രെഫറൻസ്, പ്രയോറിറ്റി, ഇങ്ങനെ പല പീകളിലും ഇങ്ങനെ പുരുഷന് മുൻകൈ കിട്ടുന്ന അല്ലേ. പുരോഹിതനാവാൻ പറ്റുന്ന ആർക്കാണ്, പൗരോഹിത്യം ആർക്കാണ് കിട്ടുന്നത്, പ്രോപ്പർട്ടി ആർക്കാണ് കിട്ടുന്നത്, മുൻഗണന ആർക്കാണ് കിട്ടുന്നത്, ആർക്കാണ് പ്രിവിലേജുകൾ കിട്ടുന്നത്. അപ്പം ഇങ്ങനെ പുരുഷൻ്റെ ജീവിതത്തിൽ ഇത് പുരുഷന്മാർ ചെയ്ത കുറ്റമാണെന്നല്ല ഞാൻ പറയുന്നത്, വ്യവസ്ഥ അങ്ങനെയാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് പ്രിവിലേജസ് അനുഭവിക്കാൻ പറ്റുന്ന ആൾക്കാരായി പുരുഷനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആണധികാര വ്യവസ്ഥ എന്നുള്ളത്. ഇതൊക്കെ കിട്ടാൻ വേണ്ടി പുരുഷൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട.
പുരുഷന്മാരെന്തെങ്കിലും ഒന്നടങ്കം പുരുഷന്മാരെന്തെങ്കിലും പ്രത്യേക കഴിവുകളോടെയോ എന്തെങ്കിലും പ്രത്യേക കോഴ്സ് പാസ്സായിട്ടോ ഒന്നുമല്ല. പുരുഷനായി ജനിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ, പ്രിവിലേജും പ്രസ്റ്റീജും ഒക്കെ പ്രോപ്പർട്ടിയും ഒക്കെ കിട്ടാൻ പുരുഷനായി ജനിച്ചാൽ മാത്രം മതി. വേറെ ഒന്നും ജീവിക്കാൻ അത്രമേൽ പുരുഷാധിപത്യ വ്യവസ്ഥ പുരുഷന് അനുകൂലമായി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ വ്യവസ്ഥയുടെ ഒരു ഘടന ഇങ്ങനെയാണ്. ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നു, ബ്രേക്കുകൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഘടനയുടെ ഒരു സ്വഭാവം എങ്ങനെയാണ് എന്ന്, തത്വത്തിൽ എങ്ങനെയാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഒരു ജെൻഡർ എന്നുള്ളൊരു കാറ്റഗറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എവിടെ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഇത് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പരുവപ്പെടലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെയാണ് ജെൻഡർ പ്രകടമാവുന്നത്? ഇവിടെ നമുക്കൊരാൾ നടന്നു വരുമ്പോൾ തന്നെ എന്താണ് ജെൻഡർ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഒരാളുടെ വസ്ത്രം, തീർച്ചയായിട്ടും ഒരാളുടെ വസ്ത്രമുണ്ട്. പിന്നെ ഇപ്പം നമുക്കറിയാം, സ്കൂൾ യൂണിഫോമുകളെ കുറിച്ചുള്ള ഒരുപാട് ചർച്ച നടന്നിട്ടുള്ളതാണ് കേരളത്തിൽ. ജെൻഡർ ഇല്ലാത്ത സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത്. എന്നിട്ടും ജെൻഡർ ഇല്ലാത്ത സ്കൂൾ യൂണിഫോം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും പെൺകുട്ടികളെ കൊണ്ടുകൂടി ട്രൗസറോ പാൻറ്റോ ഇടിപ്പിക്കുക എന്നല്ലാണ്ട് ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികൾ ഇതുവരെ ഇട്ടിരുന്ന വസ്ത്രങ്ങൾ പോലും അല്ല നമ്മൾ ഇടിയിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. പക്ഷേ അതിനൊരു ശ്രമം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വേഷം ആണുങ്ങളും, പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വേഷം പെണ്ണുങ്ങളും ഇടുക എന്ന് പറയുമ്പോൾ പല ഗേ പുരുഷന്മാരും പാവാട ഇട്ട് വരുന്ന ഗേ പുരുഷന്മാരും അല്ലെങ്കിൽ സാരി ഉടുത്ത് വരുന്ന ഗേ പുരുഷന്മാരൊക്കെ എനിക്കറിയാം. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലല്ലോ, പുരുഷനായി ജനിച്ചാൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം ഡ്രസ്സിലൂടെ നമുക്ക് വസ്ത്രധാരണത്തിലൂടെ കൃത്യമായിട്ട് നമുക്ക് ജെൻഡർ പ്രകടമാകുന്നത് കാണാം. അതുപോലെ തന്നെ എന്തൊക്കെ സ്വഭാവ ഗുണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾ വളരെ ജെൻറ്റിലാണെന്നും കെയറിങ് ആണെന്നും ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ആണെന്നും ഒക്കെ പറയുന്ന മറിയ മൈസിൻ്റെ ഒരു പുസ്തകമുണ്ട്, നിമ്പിൾ ഫിംഗേഴ്സ്, ലേസ് മേക്കേഴ്സ് ഓഫ് നർസിപ്പൂർ എന്ന് പറഞ്ഞ്. അതിൽ പറയുന്നുണ്ട്, വളരെ സൂക്ഷ്മമായി ലേസ് ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയ ആൾക്കാർ സ്ത്രീകളാണ്. കാരണം അവർക്കാണ് അത്രയും ക്ഷമയോടെ കൈകൾ അങ്ങനെ നിമ്പിൾ എന്ന് പറയുന്ന കൈകൾ അങ്ങനെ ഇട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെ ഒരു വാർപ്പ് മാതൃകയും നമുക്കറിയാം. ഇതൊക്കെ പുരുഷന്മാർക്കും പറ്റുന്ന കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ പൊതുബോധത്തിൽ ഈ വാർപ്പ് മാതൃക നിലനിൽക്കുന്നത് കാണാം. അപ്പോൾ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ആട്രിബ്യൂട്ട്സിൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ക്ഷമയുള്ളവരാണ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ് നമ്മൾ ചില സ്വഭാവ ഗുണങ്ങൾ ചാർത്തി കൊടുക്കുന്ന കാര്യത്തിലാവാം. അതുപോലെ തന്നെ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. അപ്പം നമുക്കറിയാം, ഇപ്പം നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആൺകുട്ടികൾ വളരെ കുറവാണ്. പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ആൺകുട്ടികൾ വളരെ കുറവ്, പ്രൊഫഷണൽ കോഴ്സുകളിലുണ്ട്. പക്ഷേ ആൺകുട്ടികൾ എന്തുകൊണ്ടാണ്? ഈ ആൺകുട്ടികളൊക്കെ എന്തെങ്കിലും തൊഴിൽ തേടുകയും കുടുംബം പോറ്റാനുള്ള പണികളിൽ ഏർപ്പെടുകയും ചെയ്യും. പഠിക്കാൻ വന്നാൽ ശരിയാവില്ല, കുടുംബം. ഈ പുരുഷനാണ് ഈ കുടുംബം പോറ്റേണ്ടത് അല്ലെങ്കിൽ സമ്പാദിച്ചു കൊണ്ടുവന്ന് കുടുംബം നോക്കേണ്ടതെന്ന് പറയുന്ന ഈ ഒരു ധാരണ എന്ന് പറയുന്നതും പുരുഷാധിപത്യത്തിൻ്റെ അകത്ത് തന്നെയാണ്. അവരിൽ നിന്നുള്ള പ്രതീക്ഷ അതാണ്. പെൺകുട്ടികൾക്ക് ജോലിയൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അവരല്ല ആത്യന്തികമായിട്ട് കുടുംബം നോക്കേണ്ടത് ആൺകുട്ടികൾ തന്നെയാണ് എന്ന് പറയുന്നത്. ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് അവരിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നത് പോലും പുരുഷാധിപത്യത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണാം. ആരാണ് അടുക്കളയിൽ കയറേണ്ടത്? അല്ലെ, ബ്രെഡ് വിന്നേഴ്സ്, സമ്പാദിച്ചു കൊണ്ടുവരുന്ന ബ്രെഡ് വിന്നേഴ്സ് പുരുഷന്മാരാകുമ്പം അടുക്കള നോക്കേണ്ടത് പെണ്ണുങ്ങളാണ്. അല്ലെങ്കിൽ ഈ പ്രതീക്ഷ ഇതിനകത്ത് നമ്മൾ ഈ ജെൻഡറിനകത്ത് നിരന്തരം വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കുട്ടികളെ നോക്കേണ്ടത്, കുട്ടികളെ പരിചരിക്കേണ്ടത്, പ്രായവിവരം നോക്കേണ്ടത്, അടുക്കളപ്പണി എടുക്കേണ്ടത്, വീട് വൃത്തിയാക്കേണ്ടത്, ഇതെല്ലാം സ്ത്രീകളുടെ തൊഴിലാണ് എന്ന് ജെൻഡർ നമ്മളോട് അനുശാസിക്കുന്നുണ്ട്. ഇത് തത്വത്തിലുള്ള കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, ഇതിൻ്റെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ തത്വത്തിൽ ഇങ്ങനെയാണ് ജെൻഡർ ആണധികാര വ്യവസ്ഥ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് എവിടെ നിന്നാണ് പഠിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെ നിന്നാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇത് കയറിപ്പോയിട്ടുള്ളത്. നമ്മൾ ആദ്യം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. നമ്മൾ അച്ഛൻ എന്താ ചെയ്യുന്നത്, അമ്മ എന്താ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് ചോദിക്കും, എന്താണ് അച്ഛൻ ചെയ്യുന്നത്? അച്ഛനെ വരയ്ക്കൂ എന്ന് പറഞ്ഞാൽ അവർ പറയും, അച്ഛൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. 10-25 കൊല്ലമായിട്ട് ചോദിക്കുമ്പോഴും ഇപ്പോഴും അച്ഛൻ ആ പത്രം വായനയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല എന്ന് എനിക്ക് കിട്ടുന്ന മറുപടിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്താണ് വീട്ടിൽ കാണുന്നത്? വീട്ടിൽ കാണുന്നതാണ് നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. ഞാൻ പറയും, ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയൊന്നും അല്ല നിൽക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോഴും ഏറെക്കുറെ
എന്ന് പറയുന്നത് വീടിനകത്ത് പുരുഷന്മാർ ചെയ്യുന്ന പ്രവൃത്തികൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ കുടുംബത്തിനകത്തു നിന്നാണ് നമ്മൾ പ്രാഥമികമായ പാഠങ്ങൾ ജെൻഡറിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നത്. നമ്മുടെ കിട്ടുന്ന ടോയ്സ് ആയാലും നമ്മൾ കാണുന്ന മാതൃകകളായാലും ജെൻഡേർഡ് ബിഹേവിയർ എന്ന് പറയുന്നത് കുടുംബത്തിന്. പിന്നെ നമ്മൾ സ്കൂളിൽ ചെല്ലുന്നു, അവിടെയും ഇതുപോലെയൊക്കെ തന്നെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ചിരുത്തുന്നു. രണ്ടാണ് എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ കയറുന്നു. ആൺകുട്ടികൾക്ക് പലപ്പോഴും 5ാം ക്ലാസ്സിലൊക്കെ കിട്ടുന്ന ശിക്ഷ പെൺകുട്ടികളുടെ ഇടയിൽ ഇരുത്തലാണ്. അപ്പോൾ ഇങ്ങനെ സ്കൂളുകളിൽ നമ്മളിത് കിട്ടുന്നു. പിന്നെ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോഴും ഇത് ഊട്ടി ഉറപ്പിക്കപ്പെടുന്നു. അവിടെ നമ്മളൊരു തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോഴും എന്ത് തൊഴിലാണ് തിരഞ്ഞെടുക്കുക? പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയാണോ, ആണുങ്ങൾക്ക് പറ്റിയ പണിയാണോ? വീടിനടുത്താണെങ്കിൽ പെണ്ണുങ്ങൾക്ക് എളുപ്പമായിരുന്നു വീട്ടിലെത്താൻ, വീട്ടിലെ പണി നോക്കാൻ. ഇങ്ങനെ ജെൻഡർ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബത്തിൽ നിന്നായാലും സ്കൂൾ കാലത്തായാലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തുമ്പോഴായാലും തൊഴിലിടങ്ങളിൽ എത്തുമ്പോഴായാലും ഒക്കെ ജെൻഡർ ഇങ്ങനെ വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കാണാം. പിന്നെ നമ്മൾ നോക്കുമ്പം മാധ്യമങ്ങളിലൂടെ പത്രവാർത്തകളിലായാലും പലതരത്തിലുള്ള സിനിമകളിലായാലും ഒക്കെയും തന്നെ അല്ലെ തലയിരിക്കുമ്പോൾ വാലാടണ്ട എന്ന് തിലകൻ കവിയൂർ പൊന്നമ്മയോട് പറയുന്നുണ്ടെങ്കിൽ അല്ലേ, കൃത്യമായി നമ്മുടെ മലയാള സിനിമയിലൊക്കെ നോക്കിയാൽ കാണാം എപ്പോഴും ഭാര്യ ഭർത്താവിന് ഇങ്ങനെ ഭക്ഷണം വിളമ്പി അടുത്ത് നിന്നുകൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന, അല്ലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം നമ്മൾ ആലോചിക്കും ഇതൊക്കെയാണോ വലിയ കാര്യം? പക്ഷെ അതും ഓരോ മെസ്സേജസ് ആണല്ലേ. ആരാരെ ഇങ്ങനെ നിരന്തരം സേവന മാതൃക എന്ന് പറയുന്ന മട്ടിൽ നമ്മൾ സ്ത്രീകളെ മാധ്യമങ്ങളിൽ അതിങ്ങനെ സിനിമകളിലായാലും ഒക്കെ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം മാധ്യമങ്ങളിലൂടെ ഈ ജെൻഡർ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്, മതങ്ങളിലൂടെ എത്തുന്നുണ്ട്. വളരെ കൃത്യമായി മതങ്ങൾ, എല്ലാ വ്യവസ്ഥാപിത മതങ്ങളും അത് ഏത് മതം ആയിക്കോട്ടെ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ജെൻഡറിനെ ഊട്ടി ഉറപ്പിക്കുന്ന മതങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പീനൽ കോഡിലെ 377 വകുപ്പ് സ്വവർഗ അനുരാഗത്തെ ക്രിമിനൽ കുറ്റമാക്കുന്ന വകുപ്പ് എടുത്തു കളയാനുള്ള ഒരു ശ്രമം ഉണ്ടായപ്പോൾ എല്ലാ മതത്തലവന്മാരുമാണ് ഇതിനെ എതിർത്തുകൊണ്ടിരുന്നത്. കാരണം പുരുഷാധിപത്യം അനുശാസിക്കുന്ന രീതിയിൽ ജെൻഡർ ഉണ്ടാവണമെന്നുള്ളത് ഏത് വ്യവസ്ഥാപിത മതത്തിൻ്റെയും താല്പര്യമാണ്. അപ്പോൾ അതും നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള മട്ടിലാണ്. പിന്നെ കമ്പോളം അല്ലെ, എങ്ങനെയാണ് പിങ്ക് മിഠായി പെൺകുട്ടികൾക്കും നീല മിഠായി ആൺകുട്ടികൾക്കും എന്ന് പറയുന്ന തരത്തിൽ ആൺകുട്ടികൾക്കുള്ള വസ്ത്രം പെൺകുട്ടികൾക്കുള്ള വസ്ത്രം എന്നുള്ള തരത്തിൽ ഇങ്ങനെ കമ്പോളം വലിയ രീതിയിൽ ജെൻഡറിൻ്റെ മൂല്യങ്ങളെ പുനരുൽപ്പാദിപ്പിക്കുന്ന ഒരു സംഗതിയായി കമ്പോള വ്യവസ്ഥ നിലനിൽക്കുന്നു. ഭരണകൂടവും നിയമങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ കുടുംബനാഥൻ അല്ലേ, റേഷൻ കാർഡ് ഇപ്പോഴാണ് സ്ത്രീകളുടെ പേരിലായത്, അതുവരെ കുടുംബനാഥനായിരുന്നു. അപ്പം ഇങ്ങനെ നമുക്ക് ചുറ്റും എന്ന് പറയുന്നത് നമ്മൾ വളർന്നു വരുന്ന വ്യവസ്ഥ, നമുക്ക് ചുറ്റുമുള്ള നാനാതരം സ്ഥാപനങ്ങളും ഈ നിലനിൽക്കുന്ന അനധികാര വ്യവസ്ഥയ്ക്ക് അകത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന തരത്തിലുള്ള ജെൻഡറിനെ തന്നെയാണ് അത് ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ സ്ഥാപനങ്ങളിലൂടെയും ഒക്കെ തന്നെ എങ്ങനെയാണ് നമ്മളിലേക്ക് ജെൻഡർ എത്തുന്നത്? അതിന് 3-4 വഴികളാണ്. ഒന്ന് വാക്കാൽ ഉള്ള വഴി അല്ലേ. നമ്മൾ അയ്യോ എന്തൊരു സുന്ദരി കുട്ടിയാണെന്ന് പെൺകുട്ടികളോട് പറയും, ആൺകുട്ടികളോട് നിങ്ങൾ സ്മാർട്ട് ആവണമെന്ന് പറയുകയും, പെണ്ണായാലും ഇങ്ങനെയല്ലേ ആണായാലും അങ്ങനെയല്ലേ എന്നുള്ള വാക്കാൽ നമ്മൾ കേൾക്കുന്ന മെസ്സേജസ് ഉണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഈ ജെൻഡർ പരുവപ്പെടുത്തേണ്ട ഭാഗമായിട്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് അല്ലേ. ആൺകുട്ടികളെ നമ്മൾ കടയിലേക്ക് പറഞ്ഞേക്കുന്നു, പെൺകുട്ടികളെ നമ്മൾ മുറ്റടിക്കാൻ വിടുന്നു. അങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ആണിനെയും പെണ്ണിനെയും വ്യത്യസ്തമായി വളർത്തിയെടുക്കുന്ന പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പഠനങ്ങളിൽ പറയുന്നത് ക്ലാസ് മുറികളിൽ പോലും അധ്യാപകർ പോലും പ്രതീക്ഷിക്കുന്ന ബിഹേവിയർ അല്ലെ, ബെഞ്ച് പിടിച്ചിടാൻ ആരാണ്, ക്ലാസ് റൂം അടിച്ചു വരാൻ ആരാണ് എന്നുള്ള മട്ടിൽ ഇതിങ്ങനെ പുനരുൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം അനുവാദമാണ്. നീ പോയിട്ട് പതുക്കെ വന്നാൽ മതി എന്ന ആൺകുട്ടിയോടും, അല്ലെങ്കിൽ നീ വേഗം തിരിച്ചു വരണമെന്ന് പെൺകുട്ടിയോടും, നീ ആയിക്കോ അല്ലെങ്കിൽ നീ ആവണ്ട എന്ന് പറയുന്ന തരത്തിലുള്ള അനുവാദങ്ങളുടെ കാര്യത്തിലും ഒക്കെ നമ്മളിങ്ങനെ ജെൻഡർ പുനരുൽപ്പാദിപ്പിക്കപ്പെട്ട് വരുന്നത് കാണാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പൊതുവെ ഒന്ന് ഇതിനെ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്നൊരു കാര്യം, ജെൻഡർ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല, എല്ലാ പ്രദേശത്തും ഒരുപോലെയല്ല, എല്ലാ കാലത്തും ഒരുപോലെയല്ല. ഇത് അനധികാര വ്യവസ്ഥയുടെ ഘടനയ്ക്കകത്ത് ഇങ്ങനെ 2 ജെൻഡറായിട്ട് വിഭജിക്കപ്പെടുകയും 2 ജെൻഡർ മാത്രമായി വിഭജിക്കപ്പെടുകയും ഈ ജെൻഡറിൻ്റെ ഫോമുലേഷൻസിൻ്റെ അകത്ത് ജീവിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കപ്പെടുന്നു. അതൊരു സ്വസ്ഥസുന്ദരമായ വ്യവസ്ഥയല്ല എന്നും അതിൻ്റെ അകത്ത് നിരന്തരമായ
അധികാര പ്രയോഗങ്ങൾ അടങ്ങിയിട്ടുള്ളതാണെന്നും ഒന്നൊന്നിനു മേലെ ഒന്ന് സുപ്പീരിയറോ ഒന്ന് ഇൻഫീരിയറോ ആണെന്നുള്ള മട്ടിലാണ് അതിനെ വിന്യസിച്ചിട്ടുള്ളതെന്നും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പിന്നെയും ചോദ്യം ചോദിക്കുക, ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, എന്താ ഒരു കുഴപ്പം, അങ്ങനെ രണ്ടായിട്ട് ജീവിച്ചാൽ പോരെ എന്ന് നമ്മൾ ചോദിക്കും. ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ജെൻഡറിങ് കൊണ്ട്? കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മളോട് ജീവിക്കാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്, ഇതിൽ പിന്നെ എന്താ ഒരു കുഴപ്പം എന്ന് തോന്നുന്നു. ആ കുഴപ്പം തോന്നുക അപ്പോഴാണ് ഏതെങ്കിലും തരത്തിലൊരു ക്രൈസിസ് നമ്മുടെ തലയ്ക്ക് മേലെ വീഴുമ്പോഴാണ് നമുക്കതിലൊരു കുഴപ്പമുണ്ട് എന്ന് തോന്നുക. അത് വാസ്തവത്തിൽ എന്താണ്, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല കണക്കുകളും ഉണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള പല കണക്കുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കണക്കനുസരിച്ച് 1.3 ബില്യൺ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന 1.3 ബില്യൺ ജനതയിൽ 70% സ്ത്രീകളാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പറയുമല്ലോ, ദാരിദ്ര്യം വരുമ്പം ഒരു പാത്രം കഞ്ഞി ഉണ്ടായിരുന്നത് അരപ്പാത്രമാവുമ്പോൾ അതിൽ ആരുടെ കഞ്ഞിയാണ് ഇല്ലാണ്ടാവുന്നത്? അല്ലെ, സ്ത്രീകൾ ഭക്ഷണം കഴിക്കാതെ ആവും, അല്ലെങ്കിൽ സ്ത്രീകൾ ആരോഗ്യരക്ഷ നേടാതെ ആവും. അപ്പോൾ എപ്പോഴും ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ആരാണ് അത് അനുഭവിക്കുന്നത്? അപ്പോൾ ഇതിലൊക്കെയും തന്നെ ദാരിദ്ര്യത്തിൻ്റെ കണക്ക്, അതുപോലെ തന്നെ അധ്വാനത്തിന് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത്, പിന്നെ വിദ്യാഭ്യാസത്തിലുള്ള പങ്ക്, ഇതിലൊക്കെ സാമൂഹ്യമായ ഒരുപാട് കാര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, ചെയ്യുന്ന അധ്വാനത്തിനുള്ള കൂലി, അതുപോലെ തന്നെ വയലൻസ് തുടങ്ങിയിട്ടുള്ള കാര്യത്തിൽ നമുക്കറിയാം ഇത് ജെൻഡർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ളത്. അപ്പോൾ രണ്ടായി ജീവിച്ചാൽ പോരെ, എന്താ ഒരു കുഴപ്പമൊന്നുമില്ല. അതിൽ കൃത്യമായ കുഴപ്പങ്ങളുണ്ട്. കാരണം ഒരു ജെൻഡറിനെ പ്രയോറിറ്റൈസ് ചെയ്യുകയും മറ്റേ ജെൻഡറിനെ പ്രയോറിറ്റൈസ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിൽ അടങ്ങിയിട്ടുള്ള അധികാരം പ്രയോഗങ്ങൾ നിരവധിയായി ഈ സ്ത്രീകളെ മാത്രമല്ല LGBTQIA+ വ്യക്തികളെയും നിരന്തരം ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ജനാധിപത്യ വ്യവസ്ഥയല്ല, സമമായി ജീവിക്കുന്ന ഒരു വ്യവസ്ഥയല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുള്ളതാണ്. പലതരത്തിലുള്ള വാട്ട് വി കോൾ ആസ് ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ജെൻഡേഴ്സിനെ ഇങ്ങനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, രണ്ടാണ് എന്നുള്ള മട്ടിൽ നമ്മൾ സമൂഹം കൺസ്ട്രക്റ്റ് ചെയ്ത് നിർത്തുകയും അതിനോട് തുടർന്നുള്ള പലതരത്തിലുള്ള വയലൻസിൻ്റെ അനുഭവങ്ങൾ ഇതിനെ തുടർന്ന് ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. ജെൻഡർ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇത് സാമാന്യമായി അടിസ്ഥാന ആയിട്ടുള്ള ഒരു മനസ്സിലാക്കലാണ്. എന്താണ് ജെൻഡർ, എന്താണ് സെക്സ് എന്നുള്ളതും ഈ ജെൻഡറും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ എത്തുന്നതെന്നുള്ളതും എങ്ങനെയാണ് നമ്മൾ ആ പരുവപ്പെടുത്തലിന് വിധേയമാവുന്നതെന്നുള്ള ഒരു ഭാഗമാണ് ഇത്ര നേരം പറഞ്ഞത്. ഇനി ജെൻഡറിന് പലതരത്തിലുള്ള സൈദ്ധാന്തികമായിട്ടുള്ള മനസ്സിലാക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. പല സിദ്ധാന്തങ്ങളിലൂടെയും എങ്ങനെയാണ് ജെൻഡർ വർക്ക് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള മനസ്സിലാക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാർക്സിസ്റ്റ് സിദ്ധാന്തത്തിൽ കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ഒക്കെ പറഞ്ഞതിൽ എംഗൽസിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്, ഒറിജിൻ ഓഫ് ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിൽ എങ്ങനെയാണ് ഈ പുരുഷാധിപത്യ വ്യവസ്ഥ ഉണ്ടായത് എന്ന് എംഗൽസ് ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം എംഗൽസ് പറയുന്നത് ആദിമ സമൂഹങ്ങൾ എന്ന് പറയുന്നത് അമ്മ വഴിയുള്ള ബന്ധങ്ങൾ, ആരുടെ കുട്ടിയാണ്, ഏത് സ്ത്രീയുടെ കുട്ടിയാണ് എന്നേ പറയാൻ പറ്റൂ. കാരണം ഇന്ന സ്ത്രീക്ക് ഇന്ന പുരുഷൻ എന്നുള്ള മട്ടിൽ വാട്ട് വി കോൾ എസ് പെയറിങ് ഫാമിലീസ്, അല്ലെ, കപ്പിൾ എന്ന് പറയുന്ന അതില്ലാതിരുന്നൊരു കാലത്ത്, മൃഗലോകത്തിൽ ഉള്ളതുപോലെ ലൈംഗിക വീഴ്ച നടന്നിരുന്നൊരു കാലത്ത് അമ്മ വഴിയുള്ള ദായക്രമങ്ങൾ, ഇല്ല, ഇന്ന സ്ത്രീയുടെ കുട്ടി, മാട്രിസ്റ്റിക് സൊസൈറ്റീസ് എന്നൊക്കെ പറയുന്ന സമൂഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ജീവിച്ചതിൽ നിന്ന് പതുക്കെ കൃഷി വ്യാപിക്കുന്നു, സ്വകാര്യ സ്വത്തുണ്ടാവുന്നു, പുരുഷൻ ഈ സ്വത്തിൻ്റെ ഉടമയായി മാറുന്നു തുടങ്ങിയിട്ടുള്ള അവസ്ഥ വരുമ്പോൾ പതുക്കെ പുരുഷാധിപത്യ സമൂഹങ്ങളിലേക്ക് കാലം അല്ലെങ്കിൽ ചരിത്രം വഴി മാറിക്കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എംഗൽസ് ഇതിനെ ഈ സന്ദർഭത്തെ എംഗൽസ് പറയുന്നത് വേൾഡ് ഹിസ്റ്റോറിക് ഡിഫീറ്റ് ഓഫ് ദ ഫീമെയിൽ സെക്സ്, ചരിത്രപരമായി തന്നെ സ്ത്രീ സമൂഹത്തിന് സംഭവിച്ചിട്ടുള്ള പതനം എന്നുള്ള നിലയ്ക്കൊക്കെയാണ് എംഗൽസ് ആ കാലത്തെ പറയുന്നത്. അപ്പം പതുക്കെ എന്ത് സംഭവിക്കുന്നു? സ്ത്രീകൾ ചെയ്തിരുന്ന തൊഴിലിന് മൂല്യമില്ലാതാവുന്നു, പുരുഷൻ ചെയ്ത തൊഴിലിന് മൂല്യമുണ്ടാവുന്നു, റിസോഴ്സസ് എന്ന് പറയുന്നത് പുരുഷൻ്റെ കയ്യിലേക്ക് എത്തുന്നു തുടങ്ങിയിട്ടുള്ള ഇത്തരം മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ചരിത്രപരമായി തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂലിയറ്റ് മിച്ചൽ എന്ന് പറഞ്ഞ സ്ത്രീയുടെ പുസ്തകം വിമൻ ദ ലോങ്കസ്റ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നതിൽ പറയുന്നുണ്ട് 4 തട്ടുകളിലാണ് പുരുഷാധിപത്യത്തിൻ്റെ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ കൺട്രോളുകൾ ഉണ്ടാവുന്നത്. ഒന്ന് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട്, ഉൽപ്പാദനത്തിൽ ആരാണ് ഏർപ്പെടുന്നത്? പുരുഷനാണ് ഏർപ്പെടുന്നത്. അപ്പോൾ എംഗൽസൊക്കെ പറയുന്നുണ്ട് കുടുംബം എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഈ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള പുരുഷന് കിട്ടുന്ന
റിസോഴ്സസ് എന്ന് പറയുന്നത് കുടുംബത്തിനകത്ത് ഈ പുരുഷനെ മുതലാളിയായും ഈ ഒരു കയ്യിൽ റിസോഴ്സ് ഇല്ലാത്ത സ്ത്രീയെ തൊഴിലാളിയായും കുടുംബത്തിനകത്ത് തന്നെ മുതലാളിയും തൊഴിലാളിയും എന്നുള്ള ബന്ധം ഉണ്ടായി വരുന്നതിനെ കുറിച്ചൊക്കെ കുടുംബം ഉണ്ടായ കാലത്ത് ഇങ്ങനെ ഉണ്ടായി വരുന്നതിനെ കുറിച്ചൊക്കെ എംഗൽസ് പറയുന്നുണ്ട്. അപ്പം ജൂലിയറ്റ് മിച്ചൽ വിമൻ ദ ലോങ്ഗസ്റ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നുണ്ട് 4 നിലയ്ക്കാണ് പുരുഷാധിപത്യത്തിൻ്റെ നിയന്ത്രണങ്ങൾ വരുന്നത്. ഒന്ന്, ഉൽപ്പാദനത്തിൻ്റെ മേഖലയിൽ ആരാണ് ഉൽപ്പാദനത്തിൽ നേരിട്ട് പങ്കാളിയാവുന്നത്, ആരാണ് പങ്കാളിയാവാത്തത് എന്ന് പറയുന്നത്. പ്രത്യുൽപാദനത്തിൻ്റെ കാര്യത്തിൽ അത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് പ്രത്യുൽപാദനത്തിൽ വാസ്തവത്തിൽ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ പങ്കുണ്ടെങ്കിലും പ്രത്യുൽപാദനത്തിൻ്റെ മൊത്തം ഭാരം ഏൽക്കേണ്ടി വരുന്നതും അതിനെ തുടർന്ന് കുട്ടികളെ നോക്കേണ്ടി വരുന്ന ഉത്തരവാദിത്തത്തിൽ നിൽക്കുകയൊക്കെ ചെയ്യേണ്ടത് വരുന്നത് സ്ത്രീകളാണ് എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സാമൂഹ്യവൽക്കരണം, സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞത് സാമൂഹ്യ ബന്ധങ്ങൾ പഠിച്ചെടുക്കുന്ന പ്രക്രിയയിലും സ്ത്രീകളെ ഇങ്ങനെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കി വരുന്നുണ്ട്. നാലാമത്തെ കാര്യം ലൈംഗികതയുടെ കാര്യത്തിലാണ്. അതിലൊക്കെ നമ്മളിനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ജെൻഡർ വർക്ക് ചെയ്യുന്നതിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗേർഡ ലേണർ എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിത, സ്ത്രീവാദ പണ്ഡിതയാണ്, ഫെമിനിസ്റ്റ് സ്കോളറാണ്. അവർ ക്രിയേഷൻ ഓഫ് പേട്രിയാർക്കി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ പുരുഷാധിപത്യ വ്യവസ്ഥയെക്കുറിച്ചുള്ള സിദ്ധാന്തം അല്ലെങ്കിൽ സിദ്ധാന്തവൽക്കരണം നടത്തിയിട്ടുള്ളത് ഗേർഡ ലേണർ ആയിരിക്കും. എങ്ങനെയാണ് മെസപ്പൊട്ടേമിയയെക്കുറിച്ചാണ് അവർ പഠിച്ചിട്ടുള്ളത്. ആദ്യം നദീതട സംസ്കാരമായിട്ടുള്ള മെസപ്പൊട്ടേമിയയിൽ എങ്ങനെയാണ് ആണധികാര വ്യവസ്ഥ രൂപം കൊണ്ടുവന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗേർഡ ലേണർ പറയുന്നുണ്ട്. അപ്പം പൗരോഹിത്യത്തിൻ്റെ കാര്യത്തിലായാലും ഈ വെളിച്ചപ്പാടുകളുടെ കാര്യത്തിലായാലും ഒക്കെ നേരത്തെ സ്ത്രീകളാണ് ഉണ്ടായിരുന്നെങ്കിലും ക്രമമായി എങ്ങനെയാണ് സ്ത്രീകൾ അത്തരത്തിലുള്ള റോളുകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും അവരതിൽ നിന്നൊക്കെ പുറത്താവുകയും ഉൽപ്പാദനത്തിൽ നിന്നും അത്തരത്തിലുള്ള വേർഷിപ്പ് ചെയ്യപ്പെടുന്ന അല്ലെ ആരാധിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ക്രമമായി എങ്ങനെ മാറ്റി നിർത്തപ്പെട്ടു എന്നൊക്കെയുള്ള പഠനങ്ങൾ ഗേർഡ ലേണർ ക്രിയേഷൻ ഓഫ് പേട്രിയാർക്കി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. പിന്നെ ധാരാളം പഠനങ്ങളിൽ ഞാൻ ഏതാനും ചിലത് മാത്രം പെറുക്കിയെടുത്ത് പറയുന്നു മാത്രം. മിഷേൽ ഫുക്കോനെ പോലെയുള്ള ആൾക്കാർ വ്യവഹാരം, ഡിസ്കോഴ്സ് അനാലിസിസും അധികാരത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ഫുക്കോനെ പിന്തുടർന്നുകൊണ്ട് വന്നിട്ടുള്ള സാൻഡ്ര ലീ ബാട്ട്കി എന്ന് പറഞ്ഞ സ്ത്രീ പറയുന്നുണ്ട് എങ്ങനെയാണ് ക്രമമായി അനുസരണയുള്ള ശരീരങ്ങളായി നമ്മൾ മാറ്റപ്പെടുന്നത്. അല്ലെ, നമ്മൾ വാസ്തവത്തിൽ ആണധികാര വ്യവസ്ഥയുടെയും ഈ ജെൻഡറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും വന്ന് നിരന്തരം നിങ്ങളത് പാലിക്കുന്നുണ്ടോ, നിങ്ങളത് ചെയ്യുന്നുണ്ടോ എന്ന് പറയേണ്ടി വരാറ് പോലുമില്ല. കാരണം നമ്മൾ തന്നെ സ്വയം ആ നിയന്ത്രണം ഏറ്റെടുത്ത് പാലിക്കുകയും നമ്മൾ ആ നിയമങ്ങളെ ബ്രേക്ക് ചെയ്യാതെ അല്ലേ, ജെൻഡറിൽ എങ്ങനെയാണോ നമ്മളോട് ഫെമിനിൻ ആവാൻ പറയുന്നത് അതുപോലെയും ജെൻഡറിൽ എങ്ങനെയാണോ നമ്മളോട് മാസ്കുലിൻ ആവാൻ പറയുന്നത് അതുപോലെയും ജീവിക്കാൻ നമ്മൾ തന്നെ സ്വയം പരിശീലിക്കുന്ന തരത്തിലേക്കുള്ള അനുസരണയുള്ള ശരീരങ്ങൾ, ഡൊസൈൽ ബോഡി എന്ന് പറയുന്ന അനുസരണയുള്ള ശരീരങ്ങളായി പോയതിനെ കുറിച്ചൊക്കെ സാൻഡ്ര ലീ ബാട്ട്കി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെ രസകരമായിട്ടുള്ളൊരു പരീക്ഷണം, മാരിയാൻ വെക്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീ നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണമുണ്ട്. എനിക്കതിപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല ഫോട്ടോ. എങ്ങനെയാണ് പൊതു ഇടത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഇരിക്കുക എന്ന് പറയുന്ന കുറേ ഫോട്ടോസ് അവരെടുത്തു റോഡിൽ. അപ്പോൾ അവർ നോക്കിയപ്പോൾ സ്ത്രീകളൊക്കെ ഇങ്ങനെ വളരെ ഒതുങ്ങി കാലൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ച് ഇരിക്കുന്ന, പുരുഷന്മാർ വളരെയധികം സ്പേസ് ഓക്യുപ്പൈ ചെയ്ത് ജീവിക്കുന്ന അങ്ങനെ. അപ്പോൾ സ്പേസ് പോലും, പൊതു ഇടത്തിലെ സ്പേസ് പോലും എങ്ങനെയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ സ്ത്രീയും പുരുഷനും അനുഭവിക്കുന്നതെന്നുള്ള അത് കാണിക്കുന്ന കുറേ ഫോട്ടോസൊക്കെ അവർ പ്രോജക്റ്റായിട്ട് ചെയ്തിരുന്നു. അപ്പം നമ്മൾ തന്നെ സ്വയം ഒതുങ്ങുന്ന തരത്തിൽ ഉള്ള ശരീരങ്ങളായി എങ്ങനെ മാറുന്നു എന്നുള്ള പഠനങ്ങളും ഒക്കെ നമുക്കറിയാം. അത് പല രൂപത്തിലാണ് നമ്മൾ ഒതുങ്ങാൻ പഠിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മളോട് എന്താണ് പറയുക, സുന്ദരികളാവാൻ ആവശ്യപ്പെടുന്ന തരത്തിൽ നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ പലതരം സർജറികൾക്കും ഒക്കെ വിധേയമാക്കി അല്ലെ, നമ്മൾ എങ്ങനെയാണോ ആണധികാര വ്യവസ്ഥ സൗന്ദര്യത്തെ കാണുന്നത്, ആണധികാര വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ആണുങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല, ആ വ്യവസ്ഥ അല്ലെ, വെളുത്തിട്ടാണോ, ഇന്ന രൂപത്തിലുള്ള ശരീര വടിവുകളുണ്ടോ എന്നൊക്കെ പറയുന്ന ആ തരത്തിൽ നമ്മൾ അങ്ങനെയുള്ള ശരീരങ്ങളാവാൻ നമ്മൾ പ്രയത്നിക്കുന്ന ഒരു ഘട്ടം പോലും നമ്മൾ ഈ അനുസരണയുള്ള അധികാര വ്യവസ്ഥ എങ്ങനെയാണോ സൗന്ദര്യത്തെ കാണുന്നത് അതുപോലെ ആവാനുള്ള ശ്രമമല്ലേ എന്നൊക്കെയുള്ള അപ്പം അത്തരത്തിലുള്ള ധാരാളം സിദ്ധാന്തങ്ങൾ ജെൻഡറിങ് പ്രോസസ്സിനെ കുറിച്ചും ജെൻഡർ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ
ജൂഡിത്ത് ബട്ട്ലറിൻ്റെ പഠനം. ജൂഡിത്ത് ബട്ട്ലർ എന്ന് പറഞ്ഞ ജൂഡിത്ത് ബട്ട്ലറിൻ്റെ ജെൻഡർ ട്രബിൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ജൂഡിത്ത് ബട്ട്ലർ വളരെ ഫേമസ് ആയിട്ടുള്ളത് തൻ്റെ ജെൻഡർ ട്രബിൾ എന്ന് പറഞ്ഞ പുസ്തകവുമായിട്ടാണ്. ജൂഡിത്ത് ബട്ട്ലറാണ് പറയുന്നത് ജെൻഡർ എന്ന് പറയുന്നത് അങ്ങനെ അവിടെ ഒരു ഉണ്ടായി അങ്ങനെ കിടക്കുന്ന ഒരു വസ്തുവല്ല. നിരന്തരം നമ്മളിതിനെ എന്താ പറയുക പെർഫോം ചെയ്തുകൊണ്ട് നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ ജെൻഡറിനെ ഉണ്ടാക്കിയെടുക്കുകയാണല്ലേ. നമ്മുടെ ഓരോ തരത്തിലുള്ള നമ്മുടെ നിരന്തരമായ പെരുമാറ്റങ്ങളിലൂടെയും നമ്മൾ ചെയ്യുന്ന പലതരത്തിലുള്ള പ്രവൃത്തിയിലൂടെയും നമ്മൾ ജെൻഡറിനെ ഉണ്ടാക്കി. ജെൻഡർ ഇസ് പെർഫോമേറ്റീവ് എന്നാണ് ജൂഡിത്ത് ബട്ട്ലർ പറയുന്നത്. അങ്ങനെ കുറേ തരത്തിലുള്ള സിദ്ധാന്തം ഞാൻ ഓടിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഈ പുസ്തകങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് വായിക്കാവുന്നതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജൂഡിത്ത് ബട്ട്ലർ പിന്നെയും ജെൻഡർ അൺഡൂയിങ് ജെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്കിത് അൺഡൂ ചെയ്യാൻ പറ്റും, ഇത് ഇല്ലാതാക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാമൂഹികമാണ് ജെൻഡർ എങ്കിൽ നമ്മൾ വിചാരിച്ചാൽ ഇത് ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? ഈ ജെൻഡറിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുമോ തുടങ്ങിയിട്ടുള്ള ധാരാളം ആലോചനകൾ സൈദ്ധാന്തികപരമായിട്ട് തന്നെ ജെൻഡറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജെൻഡറിനെ കുറിച്ച് പറയുമ്പം നമ്മൾ നിർബന്ധമായും പറഞ്ഞു പോകേണ്ട ഒരു കാര്യം ലൈംഗികതയെക്കുറിച്ച് കൂടിയാണ്, സെക്ഷുവാലിറ്റിയെക്കുറിച്ചാണ്. നമ്മൾ സെക്സിൽ നിന്നാണ് തുടങ്ങിയത്, അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കപ്പെട്ടിട്ടുള്ള ജെൻഡർ എന്ന് പറഞ്ഞ സാമൂഹിക ലോകത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറി കുറിച്ചുകൂടി പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജെൻഡറിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എസംഷൻ എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂ എന്നുള്ളതും അതിൻ്റെ അകത്ത് ആരാണ് ആക്റ്റീവായിട്ടുള്ള പാർട്ട്ണർ, ആരാണ് പാസീവായിട്ടുള്ള പാർട്ട്ണർ തുടങ്ങിയിട്ടുള്ള പുരുഷനാണ് ആക്റ്റീവ് എന്നും സ്ത്രീയാണ് പാസീവ് എന്നും ഒക്കെയുള്ള ഈ ദ്വന്ദ്വകൾക്കകത്താണ് സെക്ഷുവാലിറ്റി പോലും ഡിപ്ലോയിഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോർണോഗ്രഫി, ഈ നീലചിത്രങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഈ പോർണോഗ്രഫിയിലൊക്കെയുള്ള നിരന്തരമായ പ്രതിനിധാനം എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ടുള്ള പുരുഷനും പാസീവായി കിടക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ പുരുഷ ലൈംഗികത എപ്പോഴും ഇങ്ങനെ ഒരു തീർപ്പ് അവസാനം കൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നെട്ടോട്ട് ഓടുന്ന ഒന്നാണെന്നും സ്ത്രീയുടേത് വളരെ പാസീവാണെന്നും അപ്പം ഇങ്ങനെ ജെൻഡർ എന്ന് പറയുന്നത് ആ പറച്ചിലിൽ നിൽക്കുന്നില്ല എന്നുള്ളതും സെക്ഷുവാലിറ്റിയുടെ മേഖലയിലേക്കും ഇതിൻ്റെ ധാരണകൾ ഈ ആക്റ്റീവ് പാസീവ് ആരാണ് അസേർട്ടീവ് ആയിട്ടുള്ളത് ആരാണ് ഷൈ ആയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ധാരണകൾ അങ്ങോട്ടൊക്കെ വ്യാപരിച്ച് ചെന്നു പോകുന്ന ഒരു മേഖലയായിട്ടാണ് ജെൻഡറും സെക്ഷുവാലിറ്റിയും തമ്മിലുള്ള ബന്ധങ്ങളെപ്പോലും നമ്മൾ കാണുന്നുള്ളതെന്നുള്ളതാണ്. അപ്പം ഇത്രയുമൊക്കെ ജെൻഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഞാൻ വളരെ കുറച്ച് അതിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞുള്ളൂ. പക്ഷേ ഇത് ജെൻഡർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ജെൻഡറിനെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളിതിനെ ഇനി എങ്ങനെയാണ് ഈ ജെൻഡറിനെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിലാക്കലുകളെ നമ്മുടെ അക്കാദമിക മേഖലയിലേക്ക് നമ്മൾ പഠിക്കുന്ന വിഷയത്തിലേക്കും എങ്ങനെയാണ് പ്രസരിപ്പിക്കുക, അതെങ്ങനെയാണ് അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ അറിയുന്ന അപ്പം നിങ്ങളും ഞാനും ഒക്കെ ചരിത്ര വിദ്യാർത്ഥികളാണ്. അപ്പം ചരിത്രത്തിൽ പൊതുവെ ജെൻഡർ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ സ്ത്രീകളുടെ ചരിത്രം ഇപ്പം നമ്മൾ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പം എന്താണ് ചരിത്രം? കഴിഞ്ഞ കാലമാണ് ചരിത്രം എന്ന് നമ്മൾ പറയും. കഴിഞ്ഞ കാലം എന്ന് പറയുമ്പം ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കഴിഞ്ഞ കാലം ഈ ചരിത്രത്തിലുണ്ടോ? നമുക്ക് എത്ര സ്ത്രീകളെ അറിയാം ചരിത്രത്തിൽ അല്ലേ? നമ്മളതാണല്ലോ ഈ കോഴ്സിലൂടെ നോക്കാൻ ശ്രമിക്കുന്ന. സ്ത്രീകളുണ്ടോ? സ്ത്രീകൾ മാത്രമല്ല അതല്ലാത്ത ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളിൽ LGBTQIA+ എന്നൊക്കെ പറയുന്ന വ്യക്തികൾ ചരിത്രത്തിലുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. അപ്പം നമ്മൾ ഒരുപക്ഷെ എണ്ണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ കുറച്ച് സ്ത്രീകളെയൊക്കെ നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പഴയ പ്രാചീന കാലം മുതൽ നമ്മൾ തിരഞ്ഞു നോക്കിക്കഴിഞ്ഞ് ആധുനിക കാലം വരെ നോക്കിക്കഴിഞ്ഞാൽ കൂടി വന്നാൽ ഒരു 20 ആളുകളെയോ ഒക്കെ 20 തന്നെ കഷ്ടിച്ചാണ് നമ്മൾ എത്തിക്കുന്നത് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ലേ ചരിത്രത്തിൽ? ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അവർ കയറി വന്നില്ല ചരിത്രത്തിൽ? ഇങ്ങനെയുള്ള ഒരു ചോദ്യം നമ്മൾ വളരെ ഗൗരവമായി ചോദിക്കേണ്ടതുണ്ട്. ഇതുപോലെയുള്ള ചോദ്യം നമ്മൾ ഒരുപക്ഷെ ദളിതരോടോ ആദിവാസികളോടോ ഒക്കെ ചോദിക്കുന്നത്. ആരാ ഇല്ലാതായി പോയത്? എന്തുകൊണ്ടാണ് ഇവരൊന്നും ചരിത്രത്തിലാതെ? അപ്പം നമ്മളിപ്പോൾ ജെൻഡർ നോക്കുന്നതുകൊണ്ട് ഞാൻ സ്ത്രീകളുടെയും ക്വിയർ LGBTQIൻ്റെയൊക്കെ വിഷയങ്ങൾ മാത്രം പറയുന്നു എന്ന് മാത്രം. അപ്പം ചരിത്രത്തിൽ സ്ത്രീകൾ ഉണ്ടായിട്ടില്ല. സ്ത്രീകൾ ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് ചരിത്രത്തിൽ വന്നില്ല? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ
ചരിത്രത്തിൻ്റെ അടിസ്ഥാന റിക്വയർമെൻറ്റ് എന്താണ്? എങ്ങനെയാണ് നിങ്ങൾ ചരിത്രം എഴുതുക? നമ്മൾ സ്രോതസ്സുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചരിത്രം എഴുതുക. സോഴ്സസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, അത് ആർക്കിയോളജിക്കൽ സോഴ്സ് ആവാം, നാണയങ്ങളാവാം, ചരിത്ര ലിഖിതങ്ങളാവാം, എന്തും ആവാം. ഇങ്ങനെയുള്ള പലതരം സോഴ്സസ് ആവാം. ഈ സോഴ്സസ് ഉണ്ടോ? സ്ത്രീകളുടെ ചരിത്രം എഴുതാനുള്ള സോഴ്സസ് അവൈലബിൾ ആണോ? അപ്പം ആരാണ് ഈ സോഴ്സസ് അവശേഷിപ്പിക്കുന്നത്? രാജാക്കന്മാരെഴുതിയ ലിഖിതങ്ങളാവാം, അതല്ലെങ്കിൽ ശാസനങ്ങളാവാം, നാണയങ്ങളാവാം, അല്ലെങ്കിൽ കുഴിച്ചെടുത്താൽ കിട്ടുന്ന വസ്തുക്കളാവാം. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അങ്ങനെയുള്ള സോഴ്സസ് അവശേഷിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു സ്ത്രീകൾ അധികാരത്തിലുണ്ടായിരുന്നു. രാജവാഴ്ചയിൽ ഒക്കെ സ്ത്രീകൾക്ക് പങ്കുണ്ടായിരുന്നു. ഇതൊന്നുമില്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സ്രോതസ്സുകളായിരിക്കും അവർ അവശേഷിപ്പിക്കുക? അപ്പോൾ അടിസ്ഥാനപരമായിട്ടും സ്ത്രീകൾക്ക് ചരിത്ര മേഖലയിലേക്ക്, ചരിത്രത്തിൻ്റെ പഠനങ്ങളിലേക്ക്, ചരിത്രത്തിൻ്റെ വിജ്ഞാനങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോലുമുള്ള സാധ്യത ഇല്ലാതായി പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ ചോദ്യം എന്തുകൊണ്ട് കയറിയില്ല എന്ന് നമ്മൾ ചോദിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഉള്ളിൽ ഈ ജെൻഡറിൻ്റെ ബോധം ഉള്ളതുകൊണ്ട്, ആണധികാര വ്യവസ്ഥ എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ആ ബോധത്തിൽ നിന്നും ബോധ്യത്തിൽ നിന്നുമാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നതിന്. എവിടെ പോയി ജെൻഡറിൻ്റെ ചരിത്രം? എവിടെ പോയി പല ജെൻഡറുകളെയും എന്തുകൊണ്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റാത്തതെന്നുള്ള ചോദ്യം പോലും നമ്മൾ ചോദിക്കുന്നത് ഈ ജെൻഡറിൻ്റെ നമ്മുടെ ബോധത്തിൽ നിന്നും ബോധ്യത്തിൽ നിന്നുമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ചോദിക്കുകയാണ്, എവിടെ പോയി സ്ത്രീകൾ എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, സ്ത്രീകൾ പുറത്താവാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ സ്രോതസ്സുകൾ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദ്വന്ദ്വങ്ങളുടെ കാര്യം പറഞ്ഞു. വൈകാരികത എന്ന് പറയുന്നത് സ്ത്രീക്ക് നമ്മൾ ചാർത്തി കൊടുത്തു. യുക്തി എന്ന് പറയുന്നത് നമ്മൾ പുരുഷന് ചാർത്തി കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ദ്വന്ദ്വങ്ങളുടെ കാര്യം, റാഷണൽ, ഇമോഷണൽ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ആധുനികതയുടെ എല്ലാ വിജ്ഞാന ശാഖയും, അത് സോഷ്യോളജി ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, എല്ലാം ഏത് വിജ്ഞാന ശാഖ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വിജ്ഞാന ശാഖകളൊക്കെയും തന്നെ യുക്തിഭദ്രമായിട്ടുള്ള ആഖ്യാനങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എക്കണോമിക്സ് അല്ലെ, യുക്തിഭദ്രമായ കാര്യങ്ങൾ. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആഖ്യാനങ്ങളൊക്കെയും തന്നെ പൊതുമണ്ഡലത്തിൻ്റെ കാര്യം. എന്താണ് ഈ പൊതുമണ്ഡലം? വീടിന് പുറത്തുള്ളതാണ് പൊതുമണ്ഡലം. അത് ഉൽപാദനമായിക്കോട്ടെ, ഭരണമായിക്കോട്ടെ, നിയമവ്യവസ്ഥ ആയിക്കോട്ടെ, വ്യവസ്ഥാപിത മതം ആയിക്കോട്ടെ, ഒക്കെ വീടിന് പുറത്തുള്ള നടക്കുന്ന കാര്യങ്ങളാണ്. ഈ വീടിന് പുറത്തുള്ള പൊതു ഇടങ്ങൾ, പൊതുമണ്ഡലമാണ് വാസ്തവത്തിൽ വിജ്ഞാന ഉൽപാദനത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നത്. അതിനെക്കുറിച്ചുള്ളതാണ് വിജ്ഞാനം. അതുപോലെ മറ്റൊരു ദ്വന്ദ്വമാണ് സംസ്കാരവും പ്രകൃതി. സ്ത്രീയാണ്, നമ്മൾ സ്ത്രീ പ്രകൃതിയാണ്, അമ്മയാണെന്നൊക്കെ പറഞ്ഞു. പുരുഷനാണ് സംസ്കാരം. അപ്പം സംസ്കാരങ്ങളുടെ ചരിത്രം എഴുതിയപ്പം, പൊതുമണ്ഡലങ്ങളുടെ ചരിത്രം എഴുതിയപ്പം, പുരുഷനെ കുറിച്ചുള്ള ചരിത്രം എഴുതിയപ്പം ഈ ദ്വന്ദ്വങ്ങളുടെ ഒരു വശം മാത്രമാണ് ഈ വിജ്ഞാനത്തിലേക്ക് കയറിയത്. അതുകൊണ്ട് ഇപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീയുടെ വൈകാരികമായ ജീവിതാനുഭവങ്ങൾ, ആണധികാര വ്യവസ്ഥയിൽ അടിച്ചമർത്തപ്പെട്ടതിൻ്റെ ജീവിതാനുഭവങ്ങൾ, ഇതൊന്നും ചരിത്ര വിഷയത്തിലേക്ക് പ്രവേശിപ്പിക്കുക പോലും സാധ്യമല്ലാതായി. അതൊന്നും ഇതിൻ്റെ ചർച്ചയുടെ വിഷയമല്ല. സ്ത്രീകളെ കുറിച്ച് പറയാനല്ല നമ്മളിവിടെ ചരിത്രം എഴുതുന്നത്. നമ്മളിവിടെ രാജാക്കന്മാരെങ്ങനെ ജീവിച്ചു എന്ന്, സംസ്കാരങ്ങൾ എങ്ങനെ കെട്ടിപ്പടുക്കപ്പെട്ടു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചരിത്രം എഴുതുകയും പഠിക്കുകയും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീ ഇതിൻ്റെ പുറത്തായി പോയിട്ടുണ്ട്. അപ്പം പഠന വിഷയം എന്താണ്? രാജാവിൽ നിന്ന് രാജാവിലേക്ക് പോയിട്ട് നമുക്കറിയാം അല്ലേ, നമ്മളൊരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജാവ്, അതിനുശേഷം അടുത്ത രാജാവ്, അതിനുശേഷം അടുത്ത രാജാവ്, സാമ്രാജ്യങ്ങൾ, യുദ്ധങ്ങൾ അല്ലെ, പൊളിറ്റിക്കോ മിലിറ്ററി ഹിസ്റ്ററി എന്ന് നമ്മൾ പറയും. അത്തരത്തിലുള്ള പൊളിറ്റിക്കോ മിലിറ്ററി ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ത്രീകളെക്കുറിച്ച് പഠിക്കുക സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടോ ഈ വിഷയം, ചരിത്രം എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഘടനയിൽ തന്നെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുക സാധ്യമല്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. സ്രോതസ്സുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ സ്രോതസ്സില്ല, സ്ത്രീകൾ പുറത്തു നിൽക്കൂ എന്ന് പറയുന്നത് യുക്തിഭദ്രമായ കാര്യങ്ങളാണോ പറയുന്നത്? അല്ല, ഞങ്ങൾക്ക് അനധികാര വ്യവസ്ഥയിൽ ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടതിൻ്റെ വൈകാരികമായ അനുഭവങ്ങൾ പറയാണ്ട് അയ്യോ അതിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിരന്തരം പുറത്ത് നിർത്തപ്പെട്ടിട്ടുള്ള സ്ത്രീ എന്തുകൊണ്ട് പുറത്താക്കപ്പെട്ടു എന്നുള്ള ചോദ്യം പോലും നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ജെൻഡറിൻ്റെ ബോധ്യങ്ങളിൽ നിന്നാണ്, പുരുഷാധിപത്യ വ്യവസ്ഥയെ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോഴാണ് നമുക്ക് ഇതിനെ ജെൻഡറിന് വോട്ട് വി കോൾ ആസ് എ ടൂൾ ഓഫ് അനാലിസിസ്, ഈ ആഖ്യാനങ്ങൾക്കും അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾക്കുമുള്ള ഒരു ടൂളായി ജെൻഡറിൻ്റെ കണ്ണിലൂടെ നോക്കിക്കൊണ്ട് നമ്മൾ
ഇതിനെങ്ങനെ കാണും എന്നുള്ള. അപ്പോൾ അതിനെയാണ് നമ്മൾ ജെൻഡർ ആസ് എ ടൂൾ ഓഫ് അനാലിസിസ്. ഇതുപോലെ വേറെയും ടൂൾ ഓഫ് അനാലിസിസ് ഉണ്ട്. ഇപ്പോൾ ക്ലാസ്, വർഗം എന്ന് പറയുന്ന ഒരു ടൂൾ ഓഫ് അനാലിസിസ്. എങ്ങനെയാണ് ഉള്ളവനും ഇല്ലാത്തവനായി പോയിട്ടുള്ള, ആരുടെ കയ്യിലായിരുന്നു സ്വത്തുണ്ടായിരുന്നത്, ആരുടെ ചരിത്രത്തിൽ ശൂദ്രരുടെ കയ്യിൽ സ്വത്തുണ്ടായിരുന്നോ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന പുലയരുടെ കയ്യിൽ സ്വത്തുണ്ടായിരുന്നു. ഇത് നമ്മളിതിനെ ക്ലാസ് അനാലിസിസ് എന്നാണ് പറയുന്നത്. ക്ലാസ് ആസ് എ ടൂൾ ഓഫ് അനാലിസിസ്. അപ്പോൾ ഇങ്ങനെ നമ്മളിതിനെ അനലിറ്റിക്കൽ കാറ്റഗറി എന്നൊക്കെ പറയും. വ്യാഖ്യാനം ചെയ്യാനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയ്ക്കും നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ ജെൻഡർ ഒരു ടൂളാണ്, കാസ്റ്റ് ഒരു ടൂളാണ്, ക്ലാസ് ഒരു ടൂളാണ്, സെക്ഷുവാലിറ്റി ഒരു ടൂളാണ്. ആ പരിപ്രേക്ഷ്യത്തിലൂടെ, ആ നോട്ടത്തിലൂടെ നമ്മൾ ചരിത്രത്തെ കാണാനുള്ള ശ്രമം എന്നുള്ളതാണ്. അപ്പം ജെൻഡർ എങ്ങനെയാണ് ഒരു ടൂൾ ഓഫ് അനാലിസിസ് ആയി മാറുന്നത്? അപ്പോഴാണ് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. എങ്ങനെയാണ് ഹിസ്റ്ററി ഇങ്ങനെ ആയിപ്പോയത്? അങ്ങനെയാണെങ്കിൽ ഇല്ലാതായിപ്പോയിട്ടുള്ള സ്ത്രീകളെ ചരിത്രത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വല്ല മാർഗമുണ്ടോ? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ജെൻഡർ ആസ് എ ടൂൾ ഓഫ് അനാലിസിസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ, പ്രാചീന സമൂഹങ്ങൾ തൊട്ട് നമ്മളിങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചിത്രമാണ് കാണുന്നത്? അങ്ങനെ നോക്കുമ്പം നമ്മൾ പ്രാചീന സമൂഹങ്ങളിലൊക്കെ എന്തിനു പുരുഷാധിപത്യമുണ്ട്. അപ്പോൾ എംഗൽസ് പറയുന്നുണ്ട് അല്ലേ, മാട്രിസ്റ്റിക് സൊസൈറ്റീസാണ്. ഇന്ത്യയിലേക്ക് വന്ന് നോക്കുമ്പോഴും നമ്മൾ അങ്ങനെയുള്ള സമൂഹങ്ങളെ കാണുന്നത്. ഇപ്പോൾ ഋഗ്വേദിക് സമൂഹത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പം സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഒരുപോലെ പല പ്രവൃത്തികളിൽ ഏർപ്പെട്ട് കാണാം. ഗുഹാചിത്രങ്ങളിൽ, ഭീംബേദ്ക പോലെയുള്ള, മധ്യപ്രദേശിലെ ഭീംബേദ്ക പോലെയുള്ള സ്ഥലങ്ങളിൽ ഗുഹാചിത്രങ്ങളിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ വേട്ടയ്ക്ക്, നായാട്ടിന് പോയതായിട്ടും ഗർഭിണിയായിട്ടുള്ള സ്ത്രീ മൃഗങ്ങളെ വലിച്ചു കൊണ്ടുവരുന്നതായിട്ടൊക്കെ. അപ്പം അന്ന് സ്ത്രീയും പുരുഷനും ഒരുപോലെ പലതരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്ന കാലത്തു നിന്ന് പതുക്കെ നമ്മൾ അത് മാറി അത്തരം പ്രവൃത്തി, ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്രിയകളിൽ നിന്ന് സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടുകയും പുരുഷന്മാർ പിന്നെ അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ക്രമമായി ഈ പറഞ്ഞ മാതൃദായ സമ്പ്രദായം, മാട്രിലിനി അല്ലെങ്കിൽ മാട്രിസ്റ്റിക് എന്നൊക്കെ പറയുന്ന സമ്പ്രദായങ്ങളിൽ നിന്ന് ക്രമമായി ആണധികാര വ്യവസ്ഥയുടെ രൂപങ്ങളുള്ള വ്യവസ്ഥയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഋഗ്വേദത്തിൻ്റെ അവസാനമൊക്കെ ആകുമ്പോൾ തന്നെ ഈ ടെൻഷൻസ് കാണുന്നുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ടെൻഷൻസ്, സ്ത്രീകളെ എങ്ങനെ മെരുക്കണം തുടങ്ങിയിട്ടുള്ള ആലോചനകൾ. അപ്പോൾ ഇത് നമുക്ക് അത്ഭുതം തോന്നി, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ പ്രാചീന കാലത്തെ സാഹിത്യത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിതൊന്നും അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉമാ ചക്രവർത്തിയെ പോലെയുള്ള ഒരു പണ്ഡിതയാണ് വാസ്തവത്തിൽ ഈ പുരുഷാധിപത്യത്തിൻ്റെ കാഴ്ചയിലൂടെ ചരിത്രത്തെ നോക്കുകയും ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ഈ സാഹിത്യത്തെ എല്ലാം തന്നെ എടുത്തു നോക്കി സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് ഇത് വായിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇത് പുറത്തേക്ക് വെളിച്ചത്തിലേക്ക് വരുന്നത്. അപ്പം അവർ ഋഗ്വേദത്തെ നോക്കി, അവർ വേദങ്ങളെ നോക്കി, ധർമ്മശാസ്ത്രങ്ങളെ നോക്കി, ധർമ്മസൂത്രങ്ങളെ നോക്കി, മനുസ്മൃതി നോക്കി, ബുദ്ധ സാഹിത്യമായിട്ടുള്ള ജാതകങ്ങൾ വരെ നോക്കിക്കൊണ്ട് എങ്ങനെയാണ് പ്രാചീന ഇന്ത്യയിൽ ജെൻഡർ വർക്ക് ചെയ്തത്, ആണധികാര വ്യവസ്ഥ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്തതെന്നുള്ള പഠനങ്ങളാണ് അവർ നടത്താൻ ശ്രമിച്ചത്. അപ്പം പ്രാചീന സമൂഹങ്ങളിൽ നായാട്ടമൊക്കെ നടത്തി ജീവിച്ചിരുന്ന സമൂഹങ്ങൾ, അല്ലെങ്കിൽ പെറുക്കിത്തീനികളായിട്ട് ജീവിച്ചിരുന്ന ഹണ്ടേഴ്സ് ഗ്യാദറേഴ്സ് എന്ന് പറയുന്ന ജീവിതത്തിൽ സ്ത്രീക്കും പുരുഷനും ഒരേപോലെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പറ്റുന്ന ക്രമമായി ഇരുമ്പ് കണ്ടുപിടിക്കുന്നു, കൃഷി വ്യാപിച്ച് പതുക്കെ ഭരണകൂട സംസ്കാരങ്ങൾ ഉണ്ടാവുന്നത്. അത് രാജാവ് ഉണ്ടാവുന്നു. രാജാവ് എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ ചുങ്കം കിട്ടി, ടാക്സിൽ നിന്നാണ് രാജാവ് ജീവിക്കുന്നത്, അല്ലാതെ രാജാവ് പണിയെടുത്തിട്ടല്ല. അപ്പം ആ ടാക്സേഷൻ ഉണ്ടാവണമെങ്കിൽ കൃഷി വ്യാപിക്കണം. ഈ കൃഷി വ്യാപിച്ച് ടാക്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അതിൽ നിന്ന് ഭരണകൂട സമൂഹങ്ങളിൽ വളച്ചു കിട്ടിയ ഭൂമി, ഇതാണ് എൻ്റെ രാജ്യം, ഇതാണ് എൻ്റെ രാജാവ്, ഇതാണ് ഈ രാജ്യത്തിലെ നിയമം എന്നൊക്കെ പറയുന്ന ഒരു കാലം ഇന്ത്യയിലുണ്ടാവും. 6-ാം നൂറ്റാണ്ട് BC മുതൽ ഇങ്ങോട്ട് അങ്ങനെ ഒരു കാലം നമ്മൾ ഗംഗാ സമതല പ്രദേശം, ഗാൻജറ്റിക് പ്ലെയിനിൽ നമ്മളിത് കാണുന്നുണ്ട്. അങ്ങനെ നമുക്കറിയാം 16 മഹാജനപദങ്ങളുണ്ടായി. അതിൽ നിന്ന് തന്നെ മഗധ ഒരു രാജ്യമായി മാറുന്നു. ആദ്യം രാജ്യമായി മാറുന്നു, പിന്നെ അവിടുന്ന് എംപയർ ആവുന്നു, അശോക ചക്രവർത്തി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭരണകൂട സമൂഹം, ഒരു സ്റ്റേറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവുന്ന കാലത്ത് തന്നെയാണ് വർണ്ണവ്യവസ്ഥ ഉണ്ടാവുന്നത്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്ന വർണ്ണവ്യവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ വർണ്ണ ഡിവൈഡഡ് ടെറിട്ടോറിയൽ സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു വർണ്ണ ഡിവൈഡഡ് ടെറിട്ടോറിയൽ സ്റ്റേറ്റ് ഉണ്ടായി വന്ന ഒരു കാലത്തെക്കുറിച്ചൊക്കെ ഉമാ ചക്രവർത്തിയുടെ വളരെ എന്താ പറയുക
പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള പഠനം, കൺസെപ്ച്വലൈസിങ് ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കി ഇൻ ഏർലി ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലേഖനങ്ങളിൽ ഉമ ചക്രവർത്തി ഇത് വരച്ച് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണ് വർണ്ണവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ മേലെയുള്ള നിയന്ത്രണങ്ങൾക്ക് ആക്കം കൂടിയതെന്നുള്ളത്. കാരണം എന്താണ്? വളരെ സിമ്പിളാണ്. വർണ്ണവ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ സ്ത്രീകളുടെ ലൈംഗികതയ്ക്ക് മേലെയുള്ള നിർബന്ധമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വേണം. ബ്രാഹ്മണ സ്ത്രീ ബ്രാഹ്മണ പുരുഷനോട് മാത്രം ബന്ധപ്പെടണം, വൈശ്യ സ്ത്രീ വൈശ്യ പുരുഷനോട് മാത്രം, അങ്ങനെ അതാത് ജാതികളിൽ മാത്രം ബന്ധപ്പെട്ട് കൊണ്ട് മാത്രമേ നമുക്ക് വർണ്ണവ്യവസ്ഥയെ നിലനിർത്താൻ പറ്റൂ. വാസ്തവത്തിൽ മനുസ്മൃതിയിൽ വർണ്ണസങ്കരത്തെക്കുറിച്ചുള്ള ആദികളുണ്ട്. അയ്യോ, കലർപ്പുണ്ടായി പോവോ, വർണ്ണം നിലനിൽക്കാതായി പോവോ. അങ്ങനെ വർണ്ണസങ്കരം ഇല്ലാതിരിക്കണമെങ്കിൽ ഈ സ്ത്രീകളെ കൃത്യമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കണമെന്ന് അത് മനുസ്മൃതിയിൽ, ധർമ്മസൂത്രങ്ങളിൽ, ഉപനിഷത്തുകളിൽ, ബ്രാഹ്മണങ്ങളിൽ, ഈ എല്ലാ പ്രാചീന സാഹിത്യ കൃതികളിലുമൊക്കെയും നിരന്തരമായി പറഞ്ഞു പോകുന്ന ഒന്നാണ് എങ്ങനെ സ്ത്രീയുടെ ലൈംഗികതയെ അല്ലെങ്കിൽ സ്ത്രീയുടെ മേലെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാമെന്നും അതിൻ്റെ സൂക്ഷ്മമായ രീതി വ്യവസ്ഥകളെക്കുറിച്ചും അത് ലംഘിക്കുന്നവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻറ്റുകളെക്കുറിച്ചും ശിക്ഷാവിധികളെക്കുറിച്ചും ഒക്കെ അർത്ഥശാസ്ത്രത്തിലായാലും മനുസ്മൃതിയിലായാലും ബൗദ്ധ സാഹിത്യമായിട്ടുള്ള ജാതകങ്ങളിലാണെങ്കിലും ഉണ്ട് എന്ന് ഉമാ ചക്രവർത്തി വളരെ ഡീറ്റെയിൽ ആയിട്ട്, അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലേഖനമാണ്, ആർക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാവുന്നതാണ്. ആ ലേഖനത്തിൽ ഉമാ ചക്രവർത്തി പറയുന്നുണ്ട്. അപ്പം വർണ്ണ ഡിവൈഡഡ് ടെറിട്ടോറിയൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഭരണകൂട സമൂഹം ഉണ്ടായി വരുന്നൊരു കാലത്ത് പ്രാചീന ഇന്ത്യയിൽ എങ്ങനെയാണ് സ്ത്രീകളുടെ മേലെയുള്ള നിയന്ത്രണങ്ങൾ, ഇതാണ് ജെൻഡർ ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് സ്ത്രീകൾ ജീവിച്ചിരുന്നത് എന്ന് പറയുന്ന ദാസികളായിട്ടുണ്ടായിരുന്ന സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോൾ ദാസികൾക്ക് ശാരീരിക അധ്വാനം മാത്രമല്ല ലൈംഗിക അധ്വാനം കൂടി, സെക്ഷൽ ആയിട്ടുള്ള സർവീസസും കൂടി ചെയ്യേണ്ടി വരുന്ന ഉണ്ടായിരുന്നു. ദാസികളെ ഗിഫ്റ്റുമായിട്ട് ദാനമായി കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ കാലത്തുള്ള സ്ത്രീ ചരിത്രത്തെ നമ്മൾ പെറുക്കിയെടുത്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നത്. അതിന് ഈ ജെൻഡറിനെ കുറിച്ചുള്ള ധാരണ ഇല്ലാതെ നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റുകയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് 3 തരത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ജാതിയുണ്ട്, അതുപോലെ തന്നെ ജെൻഡർ ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസ് ഉണ്ട്. ജെൻഡർ, കാസ്റ്റ് ആൻഡ് ക്ലാസ് എന്ന് പറയുന്ന 3 തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്ക് സ്ത്രീകൾ ആകുന്നതിനെ കുറിച്ച് ഉമാ ചക്രവർത്തി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കയ്യിൽ റിസോഴ്സ് ഇല്ല, പുരുഷനാണ് ഉൽപ്പാദനത്തിൽ പങ്കാളിയാവുന്നത്, സ്ത്രീകളുടെ കയ്യിലൊന്നുമില്ല. ക്ലാസ് എന്ന് പറയുന്ന വർഗപരമായിട്ടുള്ള അടിച്ചമർത്തലുണ്ട്, ജാതിപരമായിട്ടുള്ളതുണ്ട്, ജെൻഡർ പരമായിട്ടുള്ള. ഇതെങ്ങനെയാണ് 3ഉം കൂടി ഒന്നിച്ചു വന്നുകൊണ്ട് സ്ത്രീ ജീവിതത്തിൻ്റെ മേലെ അടിച്ചമർത്തലുകൾ സാധ്യമാക്കുന്നത് എന്ന് ഉമാ ചക്രവർത്തി പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഉമാ ചക്രവർത്തി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വാസ്തവത്തിൽ ജെൻഡർ ചരിത്രത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ അടിച്ചമർത്തപ്പെട്ട സാമൂഹ്യ വിഭാഗങ്ങളെ അയ്യോ കഷ്ടം എന്നുള്ള നിലയ്ക്ക്, ഇര എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല അടയാളപ്പെടുത്തേണ്ടതെന്നും ഇര ആയിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് സ്വന്തം കർത്തൃത്വങ്ങളിലേക്ക്, അല്ലെ, അധികാര വ്യവസ്ഥയുടെ ഉള്ളിൽ കൂടെ കടന്നുകൊണ്ട് അതിനോട് നിരന്തരം ഏറ്റുമുട്ടാൻ കഴിയുന്ന, അത് വലിയ മുദ്രാവാക്യം വെളിയിലൂടെയൊന്നും ആയിരിക്കില്ല, ഒറ്റപ്പെട്ട സംഭവങ്ങളിലൂടെയോ വ്യക്തികൾ നടത്തുന്ന സമരങ്ങളിലൂടെയൊക്കെ ആയിരിക്കും. പക്ഷെ ഈ ചേർത്ത് നിൽപ്പുകൾ നിരന്തരം ഉണ്ട് എന്ന് ജെൻഡർ പറയുമ്പോൾ നമ്മൾ നിരന്തരം അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഉമാ ചക്രവർത്തി പറയുന്നുണ്ട്, ഇത്ര ദീർഘമായിട്ടുള്ളതും സൂക്ഷ്മമായിട്ടുള്ളതും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ സ്ത്രീകളുടെ മേലെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അവർ പൂർണ്ണമായി ഇരകളായിരുന്നു എന്നല്ല, മറിച്ച് അവർ നിരന്തരം നിയമഭേദനം നടത്തിയിരുന്നു. ട്രാൻസ്ഗ്രഷൻസ്, ഇത് ചെയ്യാൻ പാടില്ല അത് ചെയ്യും, അത് ചെയ്യാൻ പാടില്ല അതും ചെയ്യും എന്ന് പറയുന്ന തരത്തിൽ അതിർവരമ്പുകൾ ലംഘിക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പം ഉമ്മ പറയുന്നത് ഈ നിയന്ത്രണങ്ങളൊക്കെയും തന്നെ ഷീ കോൾസ് ഇറ്റ് ഈസ് എ അഡ്മിഷൻ ഓഫ് ദ പവർ ഓഫ് നോൺ കൺഫോമിങ് വിമൻ. ഈ നിയന്ത്രണങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഈ അനുസരണക്കേട്, സോ കോൾഡ് അനുസരണക്കേട് കാണിക്കുന്ന സ്ത്രീകളുടെ ആ പവറിനെ അംഗീകരിക്കുകയാണ് വാസ്തവത്തിൽ. അവരെ അടിച്ചമർത്തണം, അവരെ നിയന്ത്രിക്കണം, അവരിങ്ങനെ ചെയ്യാൻ പാടില്ല, അവരിങ്ങനെ ശിക്ഷിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇവർ നിരന്തരമായി അതിർവരമ്പുകൾ ലംഘിച്ചിരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണെന്ന് ഉമാ ചക്രവർത്തി പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഭാഗത്ത് നിയന്ത്രണങ്ങൾ, ഒരു ഭാഗത്ത് അതിർലംഘനങ്ങൾ ആണ് വാസ്തവത്തിൽ പ്രാചീന ചരിത്രത്തിൽ ജെൻഡർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് കാണാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോർമുലേഷൻ, പ്രത്യേകിച്ചും അഥർവവേദത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഫോർമുലേഷനാണ്
സീഡ് ആൻഡ് എർത്ത് എന്ന് പറയുന്ന ഒരു ഫോർമുലേഷൻ. അത് പുരുഷ ബീജം എന്ന് പറയുന്നത് ഒരു വിത്ത് കണക്കെയും സ്ത്രീയുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് അത് വിത്ത് വിതയ്ക്കാനുള്ള ഒരു ഭൂമി എന്ന് പറയുന്ന തരത്തിൽ ക്ഷേത്രം. അപ്പം ബീജവും ക്ഷേത്രം എന്നാണ് ഇതിന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇതിൽ ബീജവും ക്ഷേത്രമാണ് റീപ്രൊഡക്ഷൻ പോസിബിൾ ആക്കുന്നത് നമുക്കറിയാം. പക്ഷേ ഈ ബീജവും ക്ഷേത്രത്തിൽ പ്രാധാന്യം എന്തിനാണ് കൊടുത്തിരുന്നത്? ബീജത്തിനായിരുന്നു കൊടുത്തിരുന്നത്. ഈ ബീജത്തിൻ്റെ ഉടമയായ പുരുഷൻ ക്ഷേത്രത്തിൻ്റെ ഉടമ, അതായത് ഭൂമിയുടെ ഉടമ എന്നുള്ള നിലയ്ക്കാണ് കണ്ടിരുന്നത്. അപ്പോൾ ഈ ഉപമ, ഈ മെറ്റഫർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബീജക്ഷേത്ര മെറ്റഫർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബീജം എന്ന് പറയുന്നത് വിതയ്ക്കാനുള്ള ധാന്യം മാത്രമല്ല, പുരുഷ ബീജം എന്നുള്ള അർത്ഥത്തിലും ഈ സ്ത്രീയുടെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ധാന്യം വിതയ്ക്കപ്പെടുന്ന ഭൂമി എന്ന് മാത്രമല്ല, ബീജം വിതയ്ക്കപ്പെടുന്ന സ്ത്രീയുടെ ഗർഭപാത്രം എന്നുള്ള നിലയ്ക്കുമായിരുന്നു. ഈ ഒരു ഇക്വേഷനിൽ, ഈ ഒരു സമവാക്യത്തിനകത്ത് ബീജമാണ് ഏറ്റവും പ്രാധാന്യമെന്നും ഈ ബീജത്തിൻ്റെ ഉടമയായ പുരുഷൻ ക്ഷേത്രസ്വാമി എന്നാണ്, ക്ഷേത്രസ്വാമിൻ എന്നാണ് പുരുഷനെ പറയുന്നത്. അപ്പം ഭൂമിയെ മെരുക്കുക, വിത്ത് വിതച്ചുകൊണ്ട് ഭൂമിയെ മെരുക്കുക എന്ന് പറയുന്ന ഉപമ വാസ്തവത്തിൽ തൻ്റെ ബീജം വിതച്ചുകൊണ്ട് സ്ത്രീയെ മെരുക്കുക എന്ന് പറയുന്ന ഒരു അത്തരത്തിലുള്ള ഒരു സമവാക്യത്തിലേക്കാണ് പോയതെന്ന് ലീല ദുബെയുടെ പഠനങ്ങളുണ്ട്, കുങ്കും റോയിൻ്റെ പഠനങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വാസ്തവത്തിൽ പ്രാചീന സാഹിത്യത്തിൽ ഇത്തരത്തിലുള്ള പറച്ചിലുകൾ നമ്മൾ നിരന്തരം കാണുന്നതെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നമുക്കറിയാം പ്രാചീന ഇന്ത്യയിൽ ഈ ഭരണകൂട സമൂഹങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പുണ്ടായിട്ടുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളെ തന്നെ നോക്കിയാൽ മതി. അപ്പം പലതരത്തിലുള്ള വിവാഹങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഗന്ധർവ വിവാഹം, തട്ടിക്കൊണ്ടുപോയി നടത്തുന്ന വിവാഹങ്ങൾ, രഹസ്യമായി നടത്തുന്ന വിവാഹങ്ങൾ. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള വിവാഹങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ക്രമമായി അതൊക്കെ ഇല്ലാതാവുകയും പിന്നീട് ഒരു പുരുഷന് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള പുരുഷാധിപത്യ വ്യവസ്ഥയിലുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളിലേക്ക് നമ്മൾ പറയും. നമുക്ക് കുന്തിയെ അറിയാം, നമുക്ക് ദ്രൗപദിയെ അറിയാം, ആങ്ങള പെങ്ങന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്കറിയാം. യമ യമി ട്വിൻ സിസ്റ്റർ ബ്രദറാണ്, ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്, അവർ തമ്മിൽ കല്യാണം കഴിച്ചു എന്ന്. മരുത്തും വിശ്വദേവാസും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഭാര്യ ഉണ്ടായിട്ടുള്ളത് അറിയാം. സൂര്യ എന്ന് പറയുന്ന ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്, അശ്വിൻ എന്ന് പറഞ്ഞ ട്വിൻസിനെ കല്യാണം കഴിക്കുക. അപ്പം ഇങ്ങനെ വൈവിധ്യമാർന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഉള്ളിടത്തു നിന്നാണ് പിന്നീട് നമുക്ക് രാമൻ സീത എന്ന് പറയുന്ന ചാരിത്രവതിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഏക പതിവ്രതം ഉള്ള പാതിവ്രത്യ ധർമ്മം അനുസരിക്കുന്ന സീതയുടെ കഥാപാത്രം നമ്മളോട് വരുന്ന സീത നമ്മുടെ മാതൃകയായി പിന്നീട് അങ്ങോട്ട് നിലനിൽക്കുകയും ചെയ്യുന്നത്. അപ്പം പ്രാചീന ഇന്ത്യയെ നമ്മൾ ഈ ജെൻഡറിൻ്റെ പോയിന്റ് നിന്ന് മനസ്സിലാക്കുമ്പം ഇത്തരത്തിലുള്ള വളരെ വൈവിധ്യമാർന്ന ചില ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നത് കാണാം. അത് കാണാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് നമ്മുടെ ജെൻഡറിനെ പറ്റിയുള്ള ധാരണകളും ആ ജെൻഡറിൻ്റെ നിലപാടുകളിൽ നിന്നുകൊണ്ട് പുരുഷാധിപത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ നിലപാടുകളിൽ നിന്ന് ഈ കഴിഞ്ഞ കാലത്തെ കാണാൻ നമ്മൾ നടത്തുന്ന ശ്രമങ്ങളുമാണ്. അപ്പോൾ എങ്ങനെ ഇതൊക്കെ നടത്തിയെടുക്കാം, അതിൻ്റെ രൂപരേഖ എന്തായിരിക്കണം, നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് ഇത് നടത്തിയെടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളോട് നിരന്തരം പറയുന്നത് സ്രോതസ്സുകളുണ്ടോ എന്നുള്ള. അപ്പോൾ നമ്മൾ സ്രോതസ്സുകളുണ്ടോ നോക്കുക. ഉണ്ട് എന്നാണ് ഉമാ ചക്രവർത്തിയുടെ പഠനങ്ങൾ നമ്മൾ കാണിക്കുന്നത്. ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ധർമ്മസൂത്രങ്ങളും സ്മൃതികളും ജാതക ബുദ്ധസാഹിത്യവും ഒക്കെയുമുണ്ട്, നമ്മൾ നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ജെൻഡറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന്, പരിപ്രേക്ഷ്യത്തിൽ നിന്ന്, പെർസ്പെക്റ്റീവിൽ നിന്ന് അതിനെ നോക്കിയാൽ അതിൽ നിന്ന് ധാരാളമായി സ്ത്രീ ജീവിതങ്ങളെ വായിച്ചെടുക്കാം. അർത്ഥശാസ്ത്രം ഉണ്ട്. അപ്പം നിലനിൽക്കുന്ന സാഹിത്യത്തിൻ്റെ, നിലനിൽക്കുന്ന സ്രോതസ്സുകളുടെ പുനരാഖ്യാനം, റീറീഡിങ് ഓഫ് ഓൾഡ് സോഴ്സസ് എന്ന് പറയുന്നത് ആണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ടാമത്തത്, നമ്മൾ പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തുക. അത് ചിലപ്പം ചില താരാട്ട് പാട്ടുകളാവാം, അതല്ലെങ്കിൽ ജോലി എടുക്കുമ്പോൾ പാടുന്ന പാട്ടുകളാവാം, ഇനി അതല്ല ആധുനിക കാലത്താണെങ്കിൽ ചില ഫോട്ടോഗ്രാഫുകളാവാം. അങ്ങനെ പുതിയ സ്രോതസ് ഡയറികളാവാം. ഇപ്പോൾ തനിക സർക്കാർ എന്ന് പറഞ്ഞ പണ്ഡിത ചരിത്രകാരി എഴുതുന്ന ഒരു ലേഖനമുണ്ട്, രസസുന്ദരി ദേവി എന്ന് പറഞ്ഞ ബംഗാളിലെ ഒരു സ്ത്രീ സ്വന്തമായി അക്ഷരാഭ്യാസം നേടിയെടുത്തുകൊണ്ട് സ്വന്തം ഡയറി എഴുതുകയാണ്.
പിന്നീട് ആ ഡയറി അവരുടെ 49-ാം വയസ്സിലോ മറ്റോ പ്രസിദ്ധീകരിക്കുകയാണ്. എൻ്റെ ജീവിതം, മൈ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇംഗ്ലീഷിലേക്ക് ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡയറി ആണെങ്കിൽ പോലും 19-ാം നൂറ്റാണ്ടിൽ ബംഗാളിലെ ഒരു സ്ത്രീ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ചരിത്ര ആഖ്യാനം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള, നമ്മുടെ സാമ്പ്രദായികമായ രീതിയിലല്ലാതെ തന്നെ വേണം നമുക്ക് സ്ത്രീ ചരിത്രത്തെ പെരുക്കിയെടുക്കാൻ. അതിന് നമ്മൾ ഈ ജെൻഡറിൻ്റെ ഒരു പരിപ്രേക്ഷ്യവും പേഴ്സ്പെക്റ്റീവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം ചെയ്യാൻ.